ആദ്യം തന്നെ GS1 and 2 സിലബസ് അണ്ടർസ്റ്റാൻഡ് ചെയ്തുകൊണ്ട് വേണം തുടങ്ങാൻ. സോ സം ഓഫ് യു മൈറ്റ് നോ, ഇതൊക്കെയാണ് സിലബസിൽ നമുക്ക് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. GS1 ആർട്ട് ആൻഡ് കൾച്ചർ, ഇന്ത്യൻ ഹെറിറ്റേജ് ആൻഡ് കൾച്ചർ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അതിൽ നമ്മളോട് കൂടുതലും ചോദിക്കുക സ്കൾപ്ചേഴ്സിനെ പറ്റിയും ആർക്കിടെക്ചറിനെ പറ്റിയും ആർട്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ പറ്റിയാണ്. നമ്മൾ കേൾക്കുമല്ലോ കുറെ ടെമ്പിൾ ആർക്കിടെക്ചേഴ്സ് ഉണ്ട്, ഹൊയ്സാല ടെമ്പിൾ ആർക്കിടെക്ചർ അങ്ങനെയൊക്കെ. സോ അതൊക്കെയാണ് മെയിൻലി ഇവിടെ ചോദിക്കുക. പിന്നെ ബുദ്ധിസത്തിന്റെ ആ ഒരു സ്കൾപ്ചേഴ്സ്, ഗാന്ധാര സ്കൂൾ ഓഫ് ആർട്ട്, മഥുര സ്കൂൾ ഓഫ് ആർട്ട്, ഇതൊക്കെ ഇതിൽ വരുന്നതാണ്. ഹിസ്റ്ററി ഓഫ് ദ വേൾഡ് ഹിസ്റ്ററി എന്ന് പറയുന്നത് നമുക്ക് പ്രിലിംസിൽ അധികം പഠിക്കാനില്ലാത്തൊരു ഭാഗമാണ്. പക്ഷെ മെയിൻസിൽ വരുമ്പം അത് അത്യാവശ്യം നന്നായി തന്നെ പഠിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അത് GS1 ഒരു മെയിൻ ഭാഗം കൂടിയാണ്. ജോഗ്രഫി ഓഫ് ദ വേൾഡ്, ഈ ഇന്ത്യൻ ഹെറിറ്റേജ് ആൻഡ് കൾച്ചറിൽ തന്നെ ഇന്ത്യൻ ഹിസ്റ്ററി എന്നുള്ള ഭാഗവും കൂടി വരുന്നുണ്ട്. റൈറ്റ് ഫ്രം ദ ഏൻഷ്യന്റ് ടു ദ പോസ്റ്റ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഭാഗം ഈ ആദ്യത്തേതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഹിസ്റ്ററി ഓഫ് ദ വേൾഡ് ഉണ്ട്, ജോഗ്രഫി ഓഫ് ദ വേൾഡ് ഉണ്ട്. ജോഗ്രഫിയിൽ നമുക്ക് ഫിസിക്കൽ ജോഗ്രഫിയും പഠിക്കാനുണ്ട്, ഇന്ത്യൻ ജോഗ്രഫിയും പഠിക്കാനുണ്ട്. പ്രിലിംസിലും ഇത് പഠിക്കാനുള്ള ഭാഗം തന്നെയാണ്. പക്ഷെ മെയിൻസിലേക്ക് വരുമ്പോൾ നമ്മൾ സ്ലൈറ്റ്ലി അപ്രോച്ച് ഒന്ന് മാറ്റേണ്ടതായിട്ടുണ്ട്. സൊസൈറ്റി അതുപോലെ തന്നെ മെയിൻസ് ഓറിയന്റഡ് ടോപ്പിക്കാണ്. പ്രിലിംസിൽ അധികം ചോദിക്കാറില്ല. ചോദിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഡയറക്റ്റ് ആയി സൊസൈറ്റി അങ്ങനെ ചോദിച്ച് കാണാറില്ല. പക്ഷെ മെയിൻസിന് സൊസൈറ്റി ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് തന്നെയാണ്, പ്രത്യേകിച്ച് GS1 സൊസൈറ്റി ആയിട്ട് ബേസ് ചെയ്ത് അതുമായിട്ട് നല്ല ബന്ധമുള്ള ഒരു ടോപ്പിക്കാണ് GS2 സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുന്ന ഭാഗം. അപ്പൊ ഇത് രണ്ടും നമുക്ക് ഒരുമിച്ച് പഠിക്കാവുന്ന ഒരു പാർട്ടും കൂടിയാണ്. ഞാൻ ഒരുമിച്ചാണ് അത് പഠിച്ചിട്ടുള്ളത്. GS2 വരുമ്പോഴേക്കും ഗവേണൻസ് ചോദിക്കുന്നുണ്ട്, ഇന്ത്യൻ പൊളിറ്റി എന്ന് പറയുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനും പൊളിറ്റിയും ഇത് രണ്ടും ഉണ്ട്. പിന്നെ ഇന്റർനാഷണൽ റിലേഷൻസ്, ഇതൊക്കെയാണ് GS2 ഭാഗങ്ങൾ. സോ UPSCയുടെ വെബ്സൈറ്റിൽ കയറി നമുക്ക് സിലബസ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതിൽ തന്നെ നമുക്ക് സിലബസ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഇത്ര കൺസൈസ് ആയിട്ടല്ല നമ്മുടെ സിലബസ് കിടക്കുക, കുറച്ചും കൂടി ഉള്ള സിലബസ് ആയിരിക്കും ഉള്ളത്. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ ആണ് ഇവിടെ കാണിക്കുന്നത്. ഫിസിക്കൽ ജോഗ്രഫി, വേൾഡ്സ് ഫിസിക്കൽ ജോഗ്രഫി എന്ന് പറഞ്ഞൊരു ഭാഗം ഞാൻ ജോഗ്രഫിയിൽ പറഞ്ഞല്ലോ, വേൾഡ് ജോഗ്രഫി എന്ന് പറയുന്നത്. അതിൽ തന്നെ വേൾഡ്സ് ഫിസിക്കൽ ജോഗ്രഫി എന്നുള്ള ഭാഗത്തിലുള്ളതാണ് ജിയോമോർഫോളജി, ഓഷ്യനോഗ്രഫി, ക്ലൈമറ്റോളജി ആൻഡ് സോയിൽ ജിയോഗ്രഫി. സോ ഇത്രയും ഭാഗങ്ങളാണ് നമ്മൾ ആ ഒരു ചെറിയ ഭാഗത്ത് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ഒരുപാട് ഉണ്ടെന്നൊക്കെ തോന്നും, പക്ഷേ UPSC വളരെ കൺസൈസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൽ ഇവരെന്തൊക്കെയാണ് ചോദിക്കുക എന്നുള്ള ഭാഗം. സോ അത്തരത്തിൽ നമുക്ക് കയറി നോക്കുമ്പോഴേക്കും ഇതിൻ്റെ അകത്ത് ജിയോമോർഫോളജിയിൽ എന്തൊക്കെയായിരിക്കും ചോദിക്കുക? ഒറിജിൻ ഓഫ് എർത്ത്, ഇവല്യൂഷൻ ഓഫ് എർത്ത്, പിന്നെ ഇന്റീരിയർ ഓഫ് എർത്ത്. ഇന്റീരിയർ മറ്റേ നമ്മുടെ കോർ, മാൻഡിൽ, ക്രസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കുന്ന സാധനമാണ്. പിന്നെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കോണ്ടിനെന്റ്സ് ആൻഡ് ഓഷ്യൻസ്, ആ സാധനം. പ്ലേറ്റ് ടെക്ടോണിക്സ് ഒക്കെ നമ്മൾ ഒത്തിരി കേട്ടിട്ടുള്ളതാണ്. അപ്പം അങ്ങനെ എന്തൊക്കെയാണ് ചോദിക്കുന്നതെന്ന് അവർ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഔട്ട് ഓഫ് സിലബസ് അധികം ചോദിച്ച് കാണാറില്ല. ഉണ്ടെങ്കിൽ തന്നെ ബൗൺസർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അത് എല്ലാവർക്കും തന്നെ പാടുള്ള ഇതായിരിക്കും. നമുക്ക് അധികം പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത 1-2 ക്വസ്റ്റ്യൻസ് ചോദിച്ചാലും ആയി. ജോഗ്രഫിയിൽ നിന്ന് മാത്രമല്ല, ഏത് പേപ്പറിലാണെങ്കിലും. സോ അതിനെപ്പറ്റി നമ്മൾ ഓർത്ത് വറി ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മളോട് പറഞ്ഞ ടോപ്പിക്കിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഉറപ്പായും നന്നായി എഴുതാൻ പറ്റണം. അതിൽ നമ്മൾ എങ്ങനെയാണ് ഒരു ടോപ്പിക്കിനെ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നാണ് ഞാൻ പറയാൻ പോണത്. ആദ്യമായിട്ട് തന്നെ എനിക്ക് പറയാനുള്ളത്, ഈ സിലബസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. UPSCയുടെ ഇതിൽ വെബ്സൈറ്റിൽ കിടക്കുന്ന സിലബസ് എടുത്തിട്ട് അതിൽ എന്തൊക്കെയാണ് സബ് ടോപ്പിക്സ് എന്നുള്ളത് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ ഇൻ കേസ് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, നോർമലായിട്ട് നമ്മൾ വെറുതെ UPSC സിലബസ് ബ്രേക്ക് ഡൗൺ എന്നൊക്കെ ഗൂഗിൾ ചെയ്യുമ്പോൾ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട്സിന്റെ വെബ്സൈറ്റ്സിൽ കിടക്കും എന്തൊക്കെയാണ് സബ് ടോപ്പിക്സ് എന്നുള്ളത്. സോ അത് കണ്ട് ഐഡന്റിഫൈ ചെയ്ത് PYQസും കൂടി വെച്ചിട്ട് അനലൈസ് ചെയ്യാം. നമ്മൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നാണ് നമ്മളോട് സിലബസ് പറയുന്നത്. എന്നാൽ അതിനെ എത്ര ആഴത്തിൽ പഠിക്കണം എന്നാണ് PYQs പറഞ്ഞു തരുന്നത്. സോ ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് മാത്രമേ എപ്പോഴും ഒരു ടോപ്പിക്കിനെ അപ്രോച്ച് ചെയ്യാൻ പാടുള്ളൂ. അതിനുശേഷം ഇവിടെ തന്നെ നിങ്ങൾക്ക് PCM ക്ലാസ്സിൽ നല്ല എല്ലാ സ്റ്റാൻഡേർഡ് ബുക്സും റെഫർ ചെയ്തിട്ടാണ് പഠിപ്പിക്കുന്നതെന്നാണ് എനിക്ക് സാറിനോട് ചോദിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇപ്പോൾ ഹിസ്റ്ററി ആണെങ്കിൽ സാർ അതിൻ്റെ സ്റ്റാൻഡേർഡ് റിസോഴ്സസ് എല്ലാം വെച്ചിട്ടാണ് നിങ്ങളെ പഠിപ്പിക്കുക. അതുപോലെ തന്നെയാണ് ഓരോ സബ്ജക്റ്റിനെ ഫാക്കൽറ്റീസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അകത്തും തന്നെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ബേസ് കണ്ടന്റ് നമ്മുടെ കയ്യിലുണ്ട്. ലെക്ചർ നോട്ട്സ് എഴുതുന്ന ആൾക്കാരാണെങ്കിൽ അത് ഒരു സ്റ്റാൻഡേർഡ് റിസോഴ്സ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതല്ല, തരുന്ന സ്ലൈഡ്സും നോട്ട്സും വെച്ചിട്ടാണ് പഠിക്കുന്നതെങ്കിൽ അതായാലും ഓക്കെയാണ്.
പക്ഷെ നിങ്ങൾ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ വളരെ അറ്റൻറ്റീവായി അത്രയും ഭാഗം ക്ലിയർ ആയി തന്നെ വെക്കാൻ ശ്രമിക്കുക. ഓറൽസ് നമ്മൾ ആ ബേസിൽ നിന്ന് ബിൽഡ് ചെയ്ത് വരുമ്പോൾ നമ്മുടെ ഫൗണ്ടേഷൻ ക്ലിയർ അല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഒരുപാട് ഡൗട്ട്സ് വരാൻ സാധ്യതയുണ്ട്. എനിക്ക് കിട്ടിയ വളരെ ചെറിയ സമയം ഞാൻ നന്നായി വിനിയോഗിക്കാൻ എനിക്ക് പറ്റിയതിൻ്റെ ഏറ്റവും വലിയ കാരണം എന്താ വെച്ചാൽ ക്ലാസ്സിലിരിക്കുമ്പോൾ വളരെ അറ്റൻറ്റീവ് ആയിട്ടാണ് ഞാൻ ഇരിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് വരുന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ചോദിച്ച് ക്ലിയർ ചെയ്യുക. നിങ്ങൾക്ക് ക്ലാസ്സിൽ ചോദിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ഫാക്കൽറ്റീസിനെ അപ്രോച്ച് ചെയ്യാമല്ലോ, അവരോട് പോയി ചോദിക്കുക, ക്ലിയർ ആക്കുക. അതല്ലാണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു ഡൗട്ട് വെച്ചിട്ട് പിന്നീട് പോകാമെന്ന് വിചാരിച്ചാൽ അത് നടക്കില്ല. പ്രത്യേകിച്ച് ഇത്രയും കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു എക്സാമിൽ നിങ്ങളൊരു സാധനം മറന്നു പോയാൽ പോയി, ബാക്കിയുള്ളവർക്ക് അതിൻ്റെ അഡ്വാൻറ്റേജ് കിട്ടും. ആൻഡ് ഓൺ നോട്ട്സ് ഉണ്ടാക്കലാണ് ഏറ്റവും ബെസ്റ്റ്. ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ബേസ് നോട്ട് നമ്മുടെ കയ്യിലുണ്ട്, ബേസ് കണ്ടന്റ് ഉണ്ട്. എന്നിട്ട് ഈ സിലബസ് റെഫർ ചെയ്യുമ്പോൾ അതിൽ ഓരോ കീവേഡ്സ് നമുക്ക് കാണാൻ പറ്റും. ഞാൻ നേരത്തെ ജിയോമോർഫോളജിയിൽ ഇങ്ങനെ ഒറിജിൻ ഓഫ് എർത്ത്, ഇവല്യൂഷൻ ഓഫ് എർത്ത് എന്നൊക്കെ പറഞ്ഞതുപോലെ ഓരോ കീ ആസ്പെക്ട് നമുക്ക് കാണാൻ പറ്റും. ഈ കീ ആസ്പെക്ട് എടുത്ത് വെച്ചിട്ട് PYQസിൽ ഇതിനെപ്പറ്റി എന്തൊക്കെയാണ് ചോദിച്ചത് എന്ന് ആദ്യം ഐഡന്റിഫൈ ചെയ്യുക. അതിനുശേഷം അത് വെച്ചിട്ട് നമ്മളായി തന്നെ നോട്ട്സ് ഉണ്ടാക്കുക. ഇൻ കേസ് നിങ്ങൾക്ക് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൺസേൺ ഫാക്കൽറ്റിയോട് ആ ഒരു സബ്ജക്റ്റിൻ്റെ അകത്ത് നമ്മൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, എന്തിനെ പറ്റി നോട്ട് ഉണ്ടാക്കണം എന്നുള്ള കാര്യം ഒന്ന് ചോദിച്ച് മനസ്സിലാക്കുക. ദേ വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് യു ഔട്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊരു നോട്ട് ഉണ്ടാക്കാം. ഇൻ കേസ് നമ്മൾ ആദ്യമൊക്കെ ഉണ്ടാക്കുമ്പോൾ നോട്ട് നന്നായിരിക്കില്ല. അഗെയിൻ ആദ്യം ഒരു ടോപ്പിക്കിനെ പറ്റിയോ 2 ടോപ്പിക്കിനെ പറ്റിയോ നോട്ട് ഉണ്ടാക്കിയിട്ട് ഫാക്കൽറ്റീസിനെ കാണിച്ചു നോക്കുക, ഇത് ശരിയാണോ, ഇത്രയൊക്കെ പഠിച്ചാൽ മതിയോ എന്നുള്ള രീതിയിൽ. അപ്പോൾ അവർ നിങ്ങൾക്ക് എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ പറഞ്ഞു തരും. അത് വെച്ചിട്ട് മാത്രം നോട്ട് ഉണ്ടാക്കി പഠിക്കുക. സ്വന്തം നോട്ട് ഉണ്ടാക്കുന്നതാണ് എപ്പോഴും നല്ലത്. ആ നോട്ട് എഴുതുമ്പോൾ നമുക്ക് PYQs റിലേറ്റ് ചെയ്ത് ഓരോ കീവേഡിനെ പറ്റിയും ക്ലാരിറ്റി ഉണ്ട് എന്ന് മനസ്സിലാക്കി വേണം നോട്ട് ഉണ്ടാക്കാൻ. നമ്മൾ ഉണ്ടാക്കിയ നോട്ട് നമുക്ക് തന്നെ മനസ്സിലായില്ലെങ്കിൽ പിന്നെ അതുകൊണ്ട് അർത്ഥമില്ല. വെറുതെ നോട്ട് എഴുതി വെക്കാനല്ല നമ്മൾ ഉപയോഗിക്കുന്നത്, പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ സാധനം അത് വളരെ കൺസൈസും ആയിരിക്കണം. ഒരു 7 to 8 ടൈംസ് നമ്മൾ മെയിൻസ് എഴുതുന്നതിന് മുന്നേ അതിനെ റിവൈസ് ചെയ്യാൻ പാകത്തിന് വേണം ആ ഒരു നോട്ട് ഉണ്ടാക്കി വെക്കാൻ. സോ അത് വളരെ കൺസൈസ് ആയിരിക്കും വേണം. വാല്യൂ എഡിഷൻസ് എങ്ങനെ ചെയ്യാം എന്നുള്ളത് ഞാൻ മെയിൻലി ചെയ്തിരുന്നത്, ഡെയിലി ഉള്ള പത്രം വരുമ്പോൾ ഞാൻ ആദ്യമൊക്കെ ഹിന്ദു ആണ് വായിച്ചുകൊണ്ടിരുന്നത് എൻ്റെ പ്രിലിംസ് വരെ. അപ്പോൾ അത്രയും വരെയുള്ള ഭാഗത്ത് ഡെയിലി പത്രം വായിക്കുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് ഉണ്ട്, എഡിറ്റോറിയൽസ് ഒക്കെ എടുത്തിട്ട് എന്ന് പറഞ്ഞു സാറ്. അപ്പോൾ അതിൽ നിങ്ങളോട് എന്തെങ്കിലും പെക്യൂലിയർ ആയിട്ടുള്ള സാധനം പറയുന്നുണ്ടെങ്കിൽ അതോ അല്ല നിങ്ങളായി തന്നെ പത്രം വായിക്കുമ്പോൾ എന്തെങ്കിലും സാധാരണ കാണുന്നതിൽ നിന്നൊന്ന് ഡിഫറെൻ്റ് ആയി കാണുകയാണ്. ഇപ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന ഒരു എക്സാമ്പിൾ എന്താണെന്ന് വെച്ചാൽ, ഞാൻ പണ്ട് പത്രം വായിച്ചപ്പോൾ വായിച്ചതാണ്, നമ്മുടെ സിലിഗുരി കോറിഡോർ ഏരിയയുടെ സ്ഥലത്ത് അതുൽ പാണ്ഡെ എന്ന് പറയുന്ന ഒരു IAS ഓഫീസർ ഉണ്ടായിരുന്നു. ആൻഡ് പുള്ളി അവിടുത്തെ ടോട്ടോ ട്രൈബ് എന്ന് പറയുന്ന ട്രൈബ്സിൻ്റെ ഒരു ഹെറിറ്റേജ് പ്ലേസ് ഉണ്ട്, ഒരു റിലീജിയസ് വർഷിപ്പ് പ്ലേസ് ഉണ്ട്, ഡെംച എന്നെങ്ങാണ്ടാണ് അതിൻ്റെ പേര്. സോ അത് അവർക്ക് റെനോവേറ്റ് ചെയ്യാൻ പൈസ ഒന്നും ഇല്ലാഞ്ഞിട്ട് പുള്ളി അവരെ പോയി ഹെൽപ്പ് ചെയ്ത് അവർക്കത് റെനോവേറ്റ് ചെയ്ത് കൊടുത്തു. സോ അവരെല്ലാവരും ഇയാളെ ഭയങ്കര ബഹുമാനത്തോടെയാണ് കാണുന്നത്. അത് 24 എന്തോ നടന്ന ഒരു റിയൽ ഇൻസിഡന്റ് ആണ്. സോ അങ്ങനെ ഒരു സാധനം നിങ്ങൾ പത്രം വായിച്ചപ്പോൾ നിങ്ങൾ കണ്ടു. ചിലപ്പോൾ എല്ലാവരും അത് കാണണമെന്നില്ല, ഇനി അഥവാ കണ്ടാലും അത് ഓർത്തിരിക്കണമെന്നില്ല. ഞാൻ ആ പത്രം വായിച്ചപ്പോൾ ആ സാധനം കണ്ടു, ഞാനത് എഴുതി വെച്ചു. സോ ആ എഴുതി വെച്ചതുകൊണ്ട് എനിക്ക് ഇന്നും അത് ഓർമ്മയുണ്ട്. 26ലും എനിക്കത് ഓർമ്മയുണ്ട്. ആൻഡ് അത് ഞാൻ എൻ്റെ എത്തിക്സ് പേപ്പറിലും essay പേപ്പറിലും ഉപയോഗിച്ചിട്ടുമുണ്ട്. സോ നമ്മൾ അങ്ങനെ ഒരു സാധനം, നമ്മളായി കണ്ടുപിടിച്ച സാധനം നമ്മുടെ പേപ്പറിൽ എഴുതുമ്പോൾ അതിൻ്റെ അകത്ത് ബാക്കിയുള്ളവരുടെ നിന്ന് മാറി നിൽക്കുന്ന ഒരു ഫാക്ടർ ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് ഒരുപാട് മൈലേജ് തരും നിങ്ങളുടെ ആൻസറിൽ മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. സോ അങ്ങനെ ഞാൻ പറയുകയാണെങ്കിൽ അപ്പം നിങ്ങൾ വിചാരിക്കും ഒരു വർഷം മുഴുവൻ പത്രം വായിച്ച ഒരു വലിയ നോട്ട് ഉണ്ടാവും കയ്യിലൊന്നും. ഇല്ല, 5 to 6 pages ആണ് എൻ്റെ എക്സാമ്പിൾ നോട്ട്. അതുപോലെ തന്നെ 5 pages എന്തോ ആണ് എൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് നോട്ട്, അതായത് ഡേറ്റാസ്. ഇതുപോലൊരു ഡേറ്റ ഉണ്ടായിരുന്നു, എനിക്ക് ഓർമ്മയുള്ള എന്താ വെച്ചാൽ നമ്മുടെ ജയിലുകളിൽ 100% ഒക്കുപ്പൻസി വേണ്ട സ്ഥലത്ത് 135% ഓഫ് ഒക്കുപ്പൻസി ആണ് ഉള്ളത്. അപ്പോൾ അത് ഇങ്ങനെയുള്ള ഒരു ഡേറ്റ ആണെങ്കിൽ ഞാൻ ചിലപ്പോൾ എവിടെ ഉപയോഗിക്കും, സോഷ്യൽ ജസ്റ്റിസ് എന്നുള്ള ഭാഗത്ത് ഉപയോഗിക്കും. ഇനി ജയിൽ പുള്ളികൾ ലൈക്ക് നമ്മുടെ ഇവിടെ ക്രൈംസ് കൂടിക്കൊണ്ടിരിക്കുകയാണെന്നോ അങ്ങനെ വല്ലതും വന്നു കഴിഞ്ഞാൽ അത് ഉപയോഗിക്കാം. അല്ല നമ്മൾ എന്താണ് സ്പീഡി ട്രയൽ വേണം എന്നുള്ള ഒരു സാധനത്തിന് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഉപയോഗിക്കാം. പിന്നെ നമ്മുടെ ജുഡീഷ്യൽ സിസ്റ്റം ഭയങ്കര ക്രൗഡഡ് ആണ്, അവിടെ ഒട്ടും എഫിഷ്യൻ്റ് ആയി കാര്യം നടക്കുന്നില്ല എന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ അവിടെ ഉപയോഗിക്കാം. അങ്ങനെ പല തരത്തിൽ ഒരു ഡേറ്റ വെച്ച് എനിക്ക് പലയിടത്തായിട്ട് ഉപയോഗിക്കാം. സോ നമ്മൾ മിനിമം കണ്ടന്റ് വെച്ചിട്ട് മാക്സിമം സ്ഥലത്ത് എങ്ങനെ അതിനെ യൂസ് ചെയ്യുന്നു എന്നുള്ളതും കൂടി
നമ്മളിങ്ങനെ ഒരു സാധനം സ്വന്തമായി ഉണ്ടാക്കുമ്പോൾ പഠിക്കും. അതായത് നമ്മളൊരു സാധനം എടുത്തിട്ട് ആലോചിക്കണം, ഇത് ഞാൻ എവിടെയൊക്കെ ഉപയോഗിക്കാൻ പറ്റും, GS1 ഉപയോഗിക്കാൻ പറ്റുമോ, 2 ഉപയോഗിക്കാൻ പറ്റുമോ എന്നൊക്കെ ആലോചിക്കുമ്പോഴേക്കും നമുക്ക് തന്നെ ഒന്ന് കിട്ടും. ഇവിടെ നിങ്ങൾക്ക് ആൻസർ റൈറ്റിങ്ങിന്റെ ഭാഗമായിട്ട് ഡെയിലി ഒരു 20 മിനിറ്റ്സോ 30 മിനിറ്റ്സോ എടുത്തിട്ട് ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് തുടങ്ങുമെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക. ഇല്ല നിങ്ങൾക്ക് സ്വന്തമായിട്ട് ബാക്കി ഒരു ആൻസറും കൂടിയൊക്കെ എഴുതി നോക്കണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചെയ്യുക. തുടക്കം തൊട്ട് ആൻസർ റൈറ്റിംഗ് തുടങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മെയിൻസ് ഒന്ന് ബേസ് എടുത്ത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പ്രിലിംസ് കഴിഞ്ഞ് മെയിൻസ് നോക്കാന്ന് വിചാരിച്ചാൽ ഒട്ടും നടക്കില്ല. അത് ഭയങ്കര ടെറിബിൾ ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കും. ഞാൻ പറഞ്ഞ പോലെ വാല്യൂ എഡിഷൻസ് ന്യൂസ് പേപ്പേഴ്സിൽ നിന്ന് ഉപയോഗിക്കാം. PIB ആർട്ടിക്കിൾസ് ആസ് യു ഓൾ നോ, നമ്മൾ ഈ വർഷത്തെ പ്രിലിംസിന്റെ പേപ്പർ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി PIB-ന്ന് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴും അതിന് മുന്നേ ഉള്ള പേപ്പേഴ്സിലും ഒക്കെ PIB-ന്ന് ഉള്ള അതേ സെന്റൻസ് എടുത്തിട്ട് അതിനെ ബേസ് ചെയ്ത് മെയിൻസിന് ക്വസ്റ്റ്യൻ ഉണ്ടായ സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. സോ PIB വളരെ നന്നായിട്ട് റെഫർ ചെയ്യുക. PIB-ൽ ഒരു ദിവസം 100 ആർട്ടിക്കിളോളം വരും. അത്രയും നമുക്ക് ആവശ്യമില്ല. ആവശ്യമുള്ളത് മാത്രം പിക്ക് ചെയ്തെടുത്ത് വായിക്കുക. അതിൻ്റെ അകത്തുനിന്ന് ഈ പറഞ്ഞ പോലെ ഇപ്പൊ GS3-യുടെ കാര്യം പറയുകയാണെങ്കിൽ PIB-ന്ന് ഞാൻ ഒരുപാട് പിക്ക് ചെയ്തിട്ടുണ്ട്. അവരുടെ ഡേറ്റാസ്, അവരുടെ ഗ്രാഫ്, പൈ ചാർട്ട്, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ നമ്മൾ GS3-ൽ ആൻസർ എഴുതുമ്പോൾ ഇതൊക്കെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതൊക്കെ ഞാൻ PIB-ന്നാണ് പിക്ക് ചെയ്തിരുന്നത്. അതുപോലെ GS1-നും 2-നും പിക്ക് ചെയ്തിട്ടുണ്ട്, ഞാൻ പറയാം. ബട്ട് സ്റ്റിൽ എനിക്ക് ഏറ്റവും കൂടുതൽ PIB ഹെൽപ്ഫുൾ ആയത് GS3-ക്കാണ്. പിന്നെ ഗവൺമെന്റ് വെബ്സൈറ്റ്, ഇപ്പോൾ നമ്മൾ ഒരു മുദ്ര ലോൺസിനെ പറ്റി പഠിക്കുകയാണെങ്കിൽ മുദ്ര ലോൺസിന്റെ ഒരു വെബ്സൈറ്റ് വല്ലതും കാണും. അതെടുത്തിട്ട് അതിൻ്റെ അകത്ത് നോക്കുക ഇതുവരെ എത്രത്തോളം ലോൺസ് ഓൾറെഡി കൊടുത്തു, അല്ലെങ്കിൽ എത്രത്തോളം സ്റ്റാർട്ടപ്സിനെ മുദ്ര ലോൺ കാരണം ഉയർന്നു വരാൻ പറ്റി എന്നൊക്കെയുള്ള നമ്പർ അവരിങ്ങനെ വലുതായി തന്നെ കൊടുത്തിട്ടുണ്ടാവും. വെബ്സൈറ്റിൽ അല്ലെങ്കിൽ PIB-ൽ ഉറപ്പായിട്ടും ഉണ്ടാവും. ഈ സാധനം നമ്മളോടിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരികയാണ്. ഫോർ എക്സാമ്പിൾ, ഒരു ഇന്ത്യയിലെ MSME കൾച്ചർ അല്ലെങ്കിൽ MSMEസിന്റെ ഇമ്പോർട്ടൻസ് കൂട്ടാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് എന്തൊക്കെ ചെയ്തു, ഗവൺമെന്റ് ചെയ്ത പോളിസീസിന്റെ എഫക്റ്റീവ്നെസ് എന്തോരം ആണ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ യൂഷ്വലി എന്താണ് ചെയ്യുക? നമ്മൾ ആദ്യം നമ്മുടെ MSMEയുടെ ഒരു ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് അറിയിക്കാൻ വേണ്ടി ഒരു ഡേറ്റ എഴുതും. ഇത്രയാണ് MSME ഇപ്പൊ നമ്മുടെ GDP-യിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നെഴുതും. അതിനുശേഷം നമ്മൾ ഗവൺമെന്റ് കൊണ്ടുവന്ന സ്കീംസ് നമുക്കറിയാമെങ്കിൽ നമ്മൾ മുദ്രേനെ പറ്റി എഴുതും, സ്റ്റാൻഡപ്പ് ഇന്ത്യനെ പറ്റി എഴുതും, സ്റ്റാർട്ടപ്പ് ഇന്ത്യനെ പറ്റി എഴുതും, അങ്ങനെ കുറച്ചൊക്കെ എഴുതും. പക്ഷെ ഈ നമ്മളോട് ഈ എഫക്റ്റീവ്നെസ് ചോദിച്ചു, അതിനെപ്പറ്റി അധികം ആരും എഴുതില്ല. പക്ഷെ നമ്മളോട് ചോദിച്ചത് എഫക്റ്റീവ്നെസ് ആണ്. നമ്മൾ ചിലപ്പോൾ പറയും ഇത് കാരണം ഇവിടെ കുറെ സ്റ്റാർട്ടപ്പ് ഉണ്ടായി, സ്റ്റാർട്ടപ്പ് കുറെ വിമൻ ഓറിയന്റഡ് സ്റ്റാർട്ടപ്പ് ഉണ്ടായി എന്നൊക്കെ എഴുതും. പക്ഷെ എഫക്റ്റീവ്നെസ് കാണിക്കണമെങ്കിൽ നമുക്ക് പ്രൂഫ് ആണ് വേണ്ടത്. പ്രൂഫ് എന്താണ്? നമുക്ക് ഈ ഡേറ്റയിൽ നിന്നാണ് കിട്ടുക. സോ എഫക്റ്റീവ്നെസ് കാണിക്കാൻ വേണ്ടി നമ്മൾ എപ്പോഴും ഈ ഡേറ്റാസിനെ ഹെൽപ്പ് എടുക്കണം. ഇപ്പോൾ ഒരു ഡേറ്റ ഉണ്ടായിരുന്നു 2014, ആ ഒരു സമയത്ത് 2014-ഓ 15-ഓ ആ ഒരു സമയത്ത് DPIIT റെക്കഗ്നൈസ് ചെയ്ത വെറും ഐ തിങ്ക് അറൌണ്ട് 14K-15K സ്റ്റാർട്ടപ്സ് ആണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ 2025 ജാനുവരി ആയപ്പോൾ അത് ഏകദേശം 15 lakh-ഓളം ആയി. ആൻഡ് അതിൽ തന്നെ ഹാഫ് ഓഫ് ദ സ്റ്റാർട്ടപ്സിന്റെ ഈ മറ്റേ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഇല്ലേ, അതിൽ ഏതെങ്കിലും ഒരാളെങ്കിലും സ്ത്രീ ആയിരിക്കും. സോ ഇങ്ങനത്തെ ഒരു ഡേറ്റ ഉണ്ട്. നമ്മൾ ഇങ്ങനെ ഒരു ഡേറ്റ ഇട്ട് കൊടുത്താൽ നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റും? ഈ ഗവൺമെന്റ് കൊണ്ടുവന്ന ഈ സ്കീംസ് എല്ലാം കാരണം ഈ അവരുടെ എഫക്റ്റീവ്നെസ് കാണിക്കാൻ വേണ്ടി നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇത്രയും 2015-ൽ നിന്ന് ഇപ്പൊ ഞാൻ അതിനെ വെച്ചിട്ട് ഒരു ഗ്രാഫ് വരച്ചിട്ടാണ് ആൻസർ എഴുതിയത്. 2014-ൽ എത്രയോ 15K 14K അങ്ങനെ ഒരു അറൌണ്ട് സ്റ്റാർട്ടപ്സ് ഉണ്ടായിരുന്നു. എന്നാൽ 2025 ജാൻ ആയപ്പോൾ അറൌണ്ട് 14 lakh സ്റ്റാർട്ടപ്സ് ഉണ്ടായി. അപ്പൊ ഇത്രയും വലിയൊരു സ്റ്റാർ ഗ്രോത്ത് നമ്മൾ അവിടെ ഉണ്ടാക്കി. സോ ഇതാണ് ഗവൺമെന്റിന്റെ ഇനിഷ്യേറ്റീവ്സിന്റെ ഇഫക്റ്റീവ്നെസ് കാണിച്ചത്. അത് കാണിക്കുകയും ചെയ്തു. ഞാൻ ഇതിന്റെ സൈഡിൽ ഇനി സ്റ്റാൻഡപ്പ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടൊരു സ്കീമും കൂടിയുണ്ട്. ദാറ്റ് ഈസ് ഫോർ SC/ST വിമൻ. അങ്ങനെയുള്ളവർക്ക് ഈ സ്റ്റാർട്ടപ്സ് തുടങ്ങാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ഹെൽപ്പ് കൊടുക്കുന്ന ഒരു പദ്ധതിയാണ്. സോ അതിന്റെ എഫക്റ്റീവ്നെസ് കാണിക്കാൻ വേണ്ടി ഞാൻ എന്തെഴുതി, ഇതിന്റെ ഏകദേശം ഒരു ഹാഫോളം, അതിനൊരു പ്രത്യേക കണക്കുണ്ടായിരുന്നു. ഞാൻ അതിനെ ഒരു 40,000 എന്നോ എന്തോ ഒരു സാധനം പഠിച്ചു വെച്ചത്, 49,000 സംതിങ് ലൈക്ക് ദാറ്റ്. സോ ഏകദേശം ഹാഫോളം നമ്പേഴ്സ് ഡയറക്ടർ ബോർഡ്സിൽ ഒരു വിമനെങ്കിലും ഉള്ള സ്റ്റാർട്ടപ്പ് ആണ്. സോ അത് കാരണം
ആ സ്കീമിന്റെയും എഫക്റ്റീവ്നെസ് എനിക്ക് കാണിക്കാൻ പറ്റി. ഇത്തരത്തില് എഫക്റ്റീവ്നെസ് അല്ലെങ്കിൽ ഈ പദ്ധതികൾ വർക്കായോ എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ഡേറ്റ ഇട്ട് കൊടുത്ത് വേണം സാധനം ആൻസർ നമ്മൾ എഴുതാൻ വേണ്ടി. എല്ലാവരും ഇങ്ങനെ എഴുതില്ല, അപ്പൊ നമുക്കൊരു എഡ്ജ് കിട്ടും. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വാല്യൂ അഡീഷൻ എടുക്കാൻ പറ്റുന്നത് നമ്മുടെ യുഎന്നിന്റെ വെബ്സൈറ്റിൽ നിന്നോ അല്ലെങ്കിൽ യുഎൻ വിമന്റെ വെബ്സൈറ്റിൽ നിന്നാണ് ഞാൻ സോഷ്യൽ ജസ്റ്റിസിനൊക്കെ കുറച്ച് ഡേറ്റാസ് ഒക്കെ കളക്ട് ചെയ്തത്. അങ്ങനെ കുറച്ച് വെബ്സൈറ്റ്സ് ഒക്കെ ഉണ്ട്. നമ്മുടെ നോർമൽ ആയിട്ടുള്ള എന്താ ഗ്ലോബലി ഉള്ള കുറച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവരുടെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് അവർ കൊടുക്കുന്ന സാധനം ഒരു പഞ്ച് ലൈൻ ആയിട്ടൊക്കെ കിടക്കും. അതിന് നമുക്ക് കൺക്ലൂഷനിലോ ഇൻട്രൊഡക്ഷനിലോ ഒക്കെ യൂസ് ചെയ്യാം. ഇപ്പൊ SDG ആണെങ്കിലും SDGക്ക് ഒരു പഞ്ച് ലൈൻ ഉണ്ടല്ലോ, ലൈക്ക് ഇൻക്ലൂസീവ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്നോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു, കറക്റ്റ് വേർഡ് ഞാൻ മറന്നുപോയി. സോ നമുക്ക് ഇപ്പൊ ഒരു ഇൻക്ലൂസീവ് ഡെവലപ്മെന്റിന്റെ ക്വസ്റ്റൻ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ SDG വിഭാവന ചെയ്യുന്ന ഇൻക്ലൂസീവ് ഡെവലപ്മെന്റ് ആണ് നമ്മൾ എല്ലാവരും എടുക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഇൻട്രൊഡക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ യുവർ ഇൻട്രൊഡക്ഷൻ വിൽ ബി ഡിഫറെന്റ് ഫ്രം അതേഴ്സ്. നമ്മൾ ആദ്യം ഒരു എക്സാമിനർ നമ്മൾ കാണുന്നത് നമ്മുടെ ഇൻട്രൊഡക്ഷൻ വഴിയാണ്. സോ ആ ഇൻട്രൊഡക്ഷനിൽ ഒരു ഡിഫറൻറ്റ് സാധനം ഇട്ട് കഴിയുമ്പോഴേക്കും തന്നെ ഒരു ഹുക്ക് ചെയ്യും നമ്മുടെ ആൻസർ വായിക്കാൻ വേണ്ടി. ഇൻ കേസ് നിങ്ങൾ എഴുതിയിരിക്കുന്ന ബോഡിയിലെ പോയിന്റ്സ് അത്ര നല്ലതല്ലെങ്കിൽ പോലും ഇൻട്രൊഡക്ഷനും കൺക്ലൂഷനും നല്ലതാണെങ്കിൽ കുറച്ച് മാർക്ക് കിട്ടും. സോ അതെപ്പോഴും ഡിഫറെൻ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഡേറ്റാസും വാല്യൂ ആഡഡ് പോയിന്റ്സും കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. എന്ന് വെച്ചാൽ ഒരുപാട് ഉണ്ടാക്കരുത്. ഞാൻ പറഞ്ഞ പോലെ ഞാൻ വെറും 5 to 6 പേജസ് ഉള്ളതാണ് ഉണ്ടാക്കിയത്. ആ ഒരു ഡേറ്റ തന്നെ പല രീതിയിൽ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ആൻസേഴ്സ് എഴുതിക്കൊണ്ടിരുന്നത്. സോ എപ്പോഴും കൺസൈസ് ആയിട്ടുള്ള ഒരു നോട്ട് ഉണ്ടാക്കുക, അതിന് ഒരുപാട് തവണ റിവൈസ് ചെയ്യാൻ ശ്രമിക്കുക. അതാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ലൈക്ക് ബെസ്റ്റ് അഡ്വൈസ് ഐ തിങ്ക്. പിന്നെന്താ, പിന്നെ ഓരോ സബ്ജക്റ്റിനും പ്രത്യേകമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ആവശ്യമുണ്ട്. അത് ഞാൻ പിന്നീടുള്ള സ്ലൈഡ്സിൽ കാണിച്ചു തരാം, അപ്പം മനസ്സിലാവും. സോ അതും കൂടി വെച്ചിട്ട് വേണം നിങ്ങളുടെ ആൻസർ കംപ്ലീറ്റ് ചെയ്യാൻ. ഓക്കെ, ഞാൻ നേരത്തെ ജോഗ്രഫിയുടെ എക്സാമ്പിൾ കാണിച്ചിരുന്നു. ജോഗ്രഫിയുടെ ലൈക്ക് സിലബസ് എനിക്ക് സമയം കുറവായതുകൊണ്ട് ഞാൻ ഒരു സബ്ജക്റ്റിന്റെ എക്സാമ്പിൾ വെച്ചിട്ടാണ് കാണിക്കുന്നത്. സോ ജോഗ്രഫിയുടെ എക്സാമ്പിൾ സെയിലന്റ് ഫീച്ചേഴ്സ് ഓഫ് വേൾഡ്സ് ഫിസിക്കൽ ജോഗ്രഫിയിലുള്ളതാണ്. ജിയോമോർഫോളജി, ഓഷ്യനോഗ്രഫി, ക്ലൈമറ്റോളജി, സോയിൽ ജോഗ്രഫി. ഈ സാധനം ഞാൻ നേരത്തെ അടുത്ത സ്ലൈഡിൽ കാണിച്ചത്. അതുപോലെ ഇത്രയുമാണ് ജോഗ്രഫിയുടെ സിലബസ്, UPSC തന്നിരിക്കുന്ന സിലബസ്. ഇത്രയാണ് UPSC തന്നിട്ടുള്ളൂ. ഇവിടുന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നതാണ് ഈ സാധനങ്ങളൊക്കെ. കുറച്ചൊക്കെ തന്നിട്ടുണ്ടെന്നും എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങളുടെ കൺസേൺ ഫാക്കൽറ്റീസിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കറക്റ്റ് മനസ്സിലാക്കി തരും. ജോഗ്രഫിയുടെ ഫാക്കൽറ്റി ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു, ഇപ്പൊ പുറത്തേക്ക് പോയി തോന്നുന്നു. അപ്പൊ നമ്മള് ഇവിടെ കുറച്ച് സബ്ജക്ട്സ് കണ്ടില്ലേ, ടോപ്പിക്സ് കണ്ടല്ലോ. സോ ഈ ടോപ്പിക്സിനെ വെച്ചിട്ട് നമുക്ക് എങ്ങനെ ക്വസ്റ്റ്യൻ, ഞാൻ നേരത്തെ പറഞ്ഞു ഈ ടോപ്പിക് വെച്ചിട്ടാണ് എന്തിനെ പറ്റി പഠിക്കണം എന്ന് നമ്മൾ തീരുമാനിക്കുന്നതെന്ന്. എന്നാൽ എത്ര ആഴത്തിൽ പഠിക്കണം എന്ന് തീരുമാനിക്കാൻ PYQs യൂസ് ചെയ്യണമെന്നും പറഞ്ഞു. അപ്പൊ നമുക്ക് ജിയോമോർഫോളജിയിലുള്ള ഒരു സബ്ജക്റ്റ് ആണ് റോക്സ് ആൻഡ് റോക്ക് സൈക്കിൾ. ഇതിനെപ്പറ്റി നമുക്കൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് 22-ല്. ഡിസ്ക്രൈബ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ടൈപ്സ് ഓഫ് പ്രൈമറി റോക്സ്. സോ പ്രൈമറി റോക്സ് എങ്ങനെ ഉണ്ടാവുന്നു, എന്താ ലാവ ഉരുകിയിട്ട് അത് ഉണങ്ങിയാണോ ഉണ്ടാവുന്നത്, ഇഗ്നിയസ് റോക്സ് ആണോ, പ്രൈമറി റോക്സ് എന്താണ് എന്നൊക്കെയുള്ള സാധനങ്ങൾ അപ്പോൾ നമുക്ക് അവിടെ നിന്ന് പഠിക്കണം എന്ന് മനസ്സിലായി. അപ്പോൾ പ്രൈമറി റോക്സിനെ പറ്റി പഠിക്കുമ്പോൾ എന്തായാലും നിങ്ങൾ സെക്കൻഡറി റോക്സിനെ പറ്റി പഠിക്കണം എന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ. സോ അങ്ങനെ എത്ര ആഴത്തിൽ പഠിക്കണം എന്നുള്ളത് ഇത് കണ്ടിട്ടാണ് മനസ്സിലാവുക. എന്നാൽ ഇതൊന്നും അല്ലാണ്ട് നമ്മളോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഐ തിങ്ക് 24-ലാണ് വാട്ട് ആർ ഫോർഡ്സ് FJORDS എന്ന് പറയുന്ന സാധനം എന്താണ്, അതിന്റെ പിക്ചറസ്ക്യൂ സാധനം, അതിന്റെ പിക്ചറസ്ക്യൂ ലൈക്ക് ദേ ആർ പിക്ചറസ്ക്യൂ ആൻഡ് അത് എങ്ങനെയാണ് ടൂറിസത്തിന് ഹെൽപ്പ് ചെയ്യുന്നതെന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. മിക്കവർക്കും FJORDS ആ സാധനം എങ്ങനെ പ്രൊനൗൺസ് ചെയ്യണമെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. സോ ആ സാധനം എന്താണെന്ന് അറിയില്ല. അവര് ആ സെക്കൻഡ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ വെച്ചിട്ട് മനസ്സിലാക്കി ഇത് റോക്സ് ഒക്കെ കട്ട് ചെയ്തുണ്ടാവുന്ന ഒരു സാധനമായിരിക്കും, എന്നാലാണല്ലോ ഒരു പിക്ചറസ്ക്യൂ അപ്പിയറൻസ് അവിടെ ഉണ്ടാവാൻ പറ്റുക. സോ ആ പിക്ചറസ്ക്യൂ അപ്പിയറൻസ് ഉണ്ടാവുന്നത് കാരണം ടൂറിസത്തിനെ പ്രൊമോട്ട് ചെയ്യും. അതുപോലെ തന്നെ അത് ചിലപ്പോൾ ഒരു ഇക്കോളജിക്കലി കുറച്ച്
പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ എന്ന് നമ്മൾ പറയില്ലേ, അങ്ങനത്തെ പ്രദേശങ്ങളായിരിക്കാം. അവിടെ കുറെ എന്തായാലും ഇങ്ങനെ പിക്ചറസ്ക് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്, ലാൻഡ് ഉണ്ട് ആൻഡ് വാട്ടറും ഉണ്ട്. അപ്പൊ അവിടെ ഒരു ഇക്കോ ടൗൺ ആവാം, കുറെ ജീവികൾ ഉണ്ടാവാം, എഡ്ജ് എഫക്റ്റ് അവിടെ ഉണ്ടാവാം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ അതിൽ നിന്നാണ് ഉണ്ടാക്കിയെടുത്തത്. ആ സാധനം എന്താണെന്ന് നമുക്ക് അറിയില്ലെങ്കിലും അതിന്റെ സെക്കൻഡ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ വെച്ചിട്ട് ഇത്രയൊക്കെ നമുക്ക് ചിന്തിച്ചെടുക്കാൻ പറ്റും, അങ്ങനെ ആൻസർ എഴുതാനും പറ്റും. അങ്ങനെയാണ് ബൗൺസേഴ്സിനെ നമ്മൾ എന്താണ് അഡ്രസ് ചെയ്യുക. പക്ഷെ ബൗൺസേഴ്സിനെ അഡ്രസ് ചെയ്യാൻ വേണ്ടി നമുക്ക് പ്രത്യേകിച്ച് ഒന്നും പഠിച്ചിട്ട് പോകാൻ പറ്റില്ല. സാധാരണ ഉള്ള കാര്യങ്ങളെങ്കിലും പഠിച്ചിട്ട് പോവുക. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ PYQ യൂസ് ചെയ്തിട്ട് എത്രത്തോളം ആഴത്തി പഠിക്കണം എന്നുള്ളത് മനസ്സിലാക്കുക. അത് വെച്ചിട്ട് വേണം നമ്മുടെ നോട്ട്സ് ഉണ്ടാക്കാൻ. ഇനി ഒരു ആൻസർ എഴുതുമ്പോൾ അതിലെങ്ങനെ നന്നായി സ്കോർ ചെയ്യാം എന്നുള്ളതാണ്. ആദ്യം തന്നെ നീറ്റായിട്ട് എഴുതാൻ ശ്രമിക്കുക. നിങ്ങൾ എഴുതിയിരിക്കുന്നത് വായിക്കുന്ന ആൾക്ക് വായിക്കാൻ പറ്റണം. ഇല്ലെങ്കിൽ നമ്മൾ എഴുതിയത് കൊണ്ട് ഒരു അർത്ഥമില്ല. നിങ്ങൾ ചിലപ്പോൾ നല്ല പോയിന്റ്സ് ഒക്കെ ആയിരിക്കും എഴുതിയിരിക്കുന്നത്, വായിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ കാര്യമില്ല. പിന്നെ ഓവറോൾ അപ്പിയറൻസ് ഓഫ് ദി പേപ്പറും വളരെ നീറ്റ് ആയിരിക്കണം. ഒരിക്കലും ഇങ്ങനെ ക്രൗഡഡ് ആയിട്ട് ഒന്നും എഴുതാൻ പാടില്ല. ഞാനിപ്പോൾ മെന്റർഷിപ്പിന് പേപ്പർ നോക്കുമ്പം എനിക്ക് മനസ്സിലാവും, ചിലരിപ്പോൾ എഴുതി ലാസ്റ്റ് ഒരു 10 മാർക്കിന്റെ ക്വസ്റ്റിന് 2 പാർട്ട് ഉണ്ടെങ്കിൽ ആദ്യത്തെ പാർട്ട് വളരെ വിസ്തരിച്ചങ്ങ് എഴുതും. രണ്ടാമത്തെ പാർട്ട് വരുമ്പോഴാണ് പിന്നീടാണ് ഓർക്കുക രണ്ടാമതൊരു പാർട്ടും കൂടി ഉണ്ട് ക്വസ്റ്റ്യൻ എന്ന്. അപ്പോൾ 10 മാർക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് 2 പേജസ് ആണ് കിട്ടുക. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? സി 10 മാർക്കിന് നമുക്ക് ഇങ്ങനെ ഒരു 2 പേജ് കിട്ടും. ഇതിൽ ആദ്യത്തെ 2 ലൈൻസ് ആയിട്ട് ക്വസ്റ്റ്യനും ഉണ്ടാവും. ഇതിന് ശേഷമുള്ള ബാക്കി ഭാഗത്താണ് നമ്മൾ എഴുതേണ്ടത്. മിക്കപ്പോഴും 10 മാർക്കിന് 2 പാർട്ടായിരിക്കും ക്വസ്റ്റ്യനിൽ ഉണ്ടാവുക, 15 മാർക്കിന് 3 പാർട്ടായിരിക്കും ഉണ്ടാവുക. അപ്പൊ ഈ 10 മാർക്കിന്റെ ക്വസ്റ്റ്യനിൽ നമ്മൾ ആദ്യം ഒരു ചെറിയ ഇൻട്രോ എഴുതണം. ഇൻട്രോയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡേറ്റാസോ, ഇപ്പൊ ഹിസ്റ്ററി ആണ്, ഹിസ്റ്ററി GS ആണുള്ള ഒരു ഭാഗമാണല്ലോ. ഹിസ്റ്ററിയിൽ നമ്മളോട് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളോടിപ്പോൾ ഒരു ഹൊയ്സാല എന്ന് പറയുന്ന ഡൈനാസ്റ്റിനെ പറ്റിയിട്ടാണ്, അല്ലെങ്കിൽ അവരെ പറ്റി എന്തെങ്കിലും ആണ് ചോദിച്ചതെന്ന് വിചാരിക്കുക. അപ്പൊ അവരുണ്ടായിരുന്ന സ്ഥലവും അവരുണ്ടായിരുന്ന ആ ഒരു ഏകദേശ കാലഘട്ടവും ഇത്രാമത്തെ സെഞ്ചുറിയിലാണ് ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞിട്ട് വേണം ഇൻട്രൊഡക്ഷൻ തുടങ്ങാൻ വേണ്ടി. നമ്മുടെ ഇൻട്രൊഡക്ഷനിൽ വാല്യൂ പോയിന്റ്സ് ഉണ്ടോ ചോദിച്ചാൽ ഉണ്ട്. കാരണം നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല ഹൊയ്സാലാസ് എന്ന് മാത്രമാണ് പറഞ്ഞിരിക്കണേ, അവർ എവിടെ ഉണ്ടായിരുന്നെന്നോ അല്ലെങ്കിൽ അവരുടെ കാലം ഏതായിരുന്നെന്നോ പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മൾ അത് ഇട്ടിട്ടാണ് ഇൻട്രൊഡക്ഷൻ എഴുതുന്നത്. അപ്പൊ തന്നെ എക്സാമിനറിന് മനസ്സിലാവും നിങ്ങൾക്കൊരു ഏകദേശ രൂപമുണ്ട് നിങ്ങൾ ഏതിനെ പറ്റിയാണ് എഴുതാൻ പോകുന്നതെന്ന്. സോ അതിനെ പറ്റി ഒന്ന് എഴുതി. ഇനി ഹൊയ്സാല ആർക്കിടെക്ചറിനെ പറ്റിയിട്ടാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ നമ്മൾ ഒരു സബ് ഹെഡിങ് കൊടുക്കുക. എപ്പോഴും സബ് ഹെഡിങ് ക്വസ്റ്റ്യനിലുള്ള വാക്കുകൾ വെച്ചിട്ട് കൊടുത്താൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അല്ലാത്ത രീതിയിൽ കൊടുക്കുന്നവരുണ്ട്, തെറ്റാണെന്നല്ല, പക്ഷെ നോക്കുന്ന ആൾക്ക് നിങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യന് തന്നെയാണ് ആൻസർ എഴുതിയിരിക്കുന്നതെന്ന് എളുപ്പത്തിൽ മനസ്സിലാവാനുള്ള ഒരു രീതിയാണ് ക്വസ്റ്റ്യനിലുള്ള അതേ വാക്കുകൾ ഉപയോഗിച്ചിട്ട് സബ് ഹെഡിങ് കൊടുക്കുക എന്നുള്ളത്. ഞാൻ എപ്പോഴും അങ്ങനെയാണ് ചെയ്തിരുന്നത്. ആൻഡ് സബ് ഹെഡിങ് എപ്പോഴും ഒരു ബോക്സിലായിട്ട് ഇട്ട് കഴിഞ്ഞാൽ വെൽ ആൻഡ് ഗുഡ്, സോ ദാറ്റ് ദേ ക്യാൻ ഐഡന്റിഫൈ നിങ്ങൾ ഇതൊരു ക്വസ്റ്റ്യന്റെ സബ് പാർട്ടാണ് എഴുതിയിരിക്കുന്നത് എന്നുള്ളത്. അതിലൊരു 4 to 5 പോയിന്റ്സും അതിൽ തന്നെ ഒരു 2-3 എക്സാമ്പിൾസ് ഒക്കെ കൊടുക്കാൻ പറ്റിയാൽ ഫസ്റ്റ് പാർട്ട് ഓഫ് യുവർ ക്വസ്റ്റ്യൻ ഇസ് ഡൺ. ആൻഡ് അത് വളരെ വൃത്തിയായിട്ടാണ് നിങ്ങൾ എഴുതിയിരിക്കുകയും ചെയ്യുന്നത്. മേ ബി നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിച്ചത് വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹൊയ്സാല ആർക്കിടെക്ചർ ആൻഡ് വാട്ട് ഈസ് ദെയർ കറണ്ട് റെലവൻസ്, അങ്ങനെ വല്ലതും ആയിരിക്കും. അല്ലെങ്കിൽ വാട്ട് ഹാവ് ദേ ഇൻസ്പയർഡ് ഇൻ ദ കറണ്ട് ആർക്കിടെക്ചറൽ റെലം, അങ്ങനെ വല്ലതും ആണെങ്കിൽ ആദ്യം നമ്മൾ ഈ ഹൊയ്സാല ആർക്കിടെക്ചറിന്റെ ഇതൊക്കെ എഴുതും, ലൈക്ക് ക്യാരക്ടറിസ്റ്റിക്സ് എഴുതും. ലൈക്ക് സ്റ്റെല്ലാർ ഈ സാധനമാണ്, അവരുടെ റൂഫ് ലൈക്ക് ഫ്ലോർ പ്ലാൻ സ്റ്റെല്ലാർ ആയിട്ടുള്ള പാറ്റേണിലായിരിക്കും ഉണ്ടാവുക, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ 1-2 ടെമ്പിൾസിന്റെ പേരും കൂടിയൊക്കെ എഴുതും. അത് കഴിഞ്ഞ് ഇപ്പോഴുള്ള കറണ്ട് റെലവൻസ് ചോദിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ എഴുതും. ലൈക്ക് യൂഷ്വലി ആർക്കിടെക്ചറിനെ പറ്റി നമ്മൾ പറയുമ്പോൾ നമ്മളിപ്പം പറയാറ് ആ ഒരു ആൾക്കാരുടെ ആർട്ടിസൻ ആ ഒരു കഴിവ്, ഇതൊക്കെ നമ്മൾ ഇപ്പോഴുള്ളവരെ ഇൻസ്പയർ ചെയ്തു. പിന്നെ അവർ ഉപയോഗിച്ച എന്തെങ്കിലുമൊക്കെ നമ്മളിപ്പം ഇൻട്രിക്കേറ്റ് പാറ്റേൺസ് അവർ യൂസ് ചെയ്തു. സോ ആ സാധനം കാരണം നമ്മുടെ ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ എല്ലാം കുറച്ച് റിച്ച് ആയി എന്നുള്ള രീതിയിൽ എഴുതും. വേണമെങ്കിൽ അവരുടെ സ്റ്റെല്ലാർ പാറ്റേൺ ഓഫ് ദി ഫ്ലോർ പ്ലാൻ ഗേവ് മോർ സ്റ്റെബിലിറ്റി ടു ദ സ്ട്രക്ചർ എന്നൊക്കെ പറഞ്ഞ് എഴുതാം. ഇതൊക്കെ ശരിയാണോ എന്ന് ചോദിച്ചാൽ ശരിയല്ല എന്ന് പറയാൻ
ആരെങ്കിലും വന്ന് ബാധിക്കുമോ? നമ്മുടെ ഹിസ്റ്ററിയിലുള്ള ഒരു മെയിൻ സാധനമാണ്. ഇതിൽ നമ്മൾ അവർ ആ ഒരു സ്റ്റെല്ലാർ പാറ്റേൺ സ്റ്റെബിലിറ്റി കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ സ്റ്റെബിലിറ്റി കൊടുക്കുന്നില്ല എന്ന് വാദിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ, നിങ്ങൾക്ക് ഇതിനെ പറ്റി ഒന്നും അറിയില്ലെങ്കിലാണ് ഇങ്ങനെയൊക്കെയുള്ള പോയിന്റ്സ് എഴുതണം ഞാൻ പറഞ്ഞത്. അറിയാമെങ്കിൽ സ്പെസിഫിക് പോയിന്റ്സ് തന്നെ എഴുതുക. സോ അങ്ങനെ ആൻസർ എഴുതുക. എപ്പോഴും 10 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യനിൽ മിനിമം 10 പോയിന്റും ഒരു 4-5 എക്സാമ്പിളും ഒക്കെ ആണ് എക്സ്പെക്ട് ചെയ്യാറ്. 15 മാർക്ക് ആകുമ്പോൾ 15-16 പോയിന്റ്സും അഗെയിൻ ഒരു 6 to 7 എക്സാമ്പിൾസ് ഒക്കെയാണ് എഴുതണം പറയാറ്. ഐഡിയലി എല്ലാവർക്കും അത്രയൊന്നും എഴുതാൻ പറ്റണം എന്നില്ല, എന്നാലും ഏകദേശം അതിനോട് അടുപ്പിച്ചൊക്കെ എഴുതാൻ നോക്കുക, അപ്പോഴാണ് നമുക്ക് മാർക്ക് കിട്ടുന്നത്. സോ ഞാൻ പറഞ്ഞ പോലെ ക്വസ്റ്റ്യന്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ ഏകദേശം ഇവിടം വരെയൊക്കെ എഴുതി നിർത്തിയെന്ന് വിചാരിക്കുക. സെക്കൻഡ് പാർട്ട് ഇവിടെ അഗെയിൻ ബോക്സ് ഇട്ട് സബ് ഹെഡിങ് കൊടുത്തിട്ട് തുടങ്ങുക, ഏകദേശം ഇതുവരെ എഴുതി. പിന്നെ കൺക്ലൂഷൻ എഴുതാനും നമുക്ക് സ്ഥലമുണ്ട്. സോ അങ്ങനെ വെച്ചിട്ട് വേണം എഴുതാനായിട്ട്. അപ്പൊ ക്വസ്റ്റ്യന്റെ ആൻസർ എഴുതുമ്പോൾ പേജിനെ യൂസ് ചെയ്യുന്നത് എപ്പോഴും വളരെ മൈൻഡ്ഫുൾ ആയിട്ടായിരിക്കണം. 10 മാർക്കാണ് 2 പാർട്ട് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ 2 പാർട്ടിനും ഈക്വൽ റെലവൻസ് കൊടുക്കാൻ വേണ്ടി ഈക്വൽ സ്പേസ് ഉപയോഗിക്കുക. നിങ്ങൾ ഒരു പാർട്ടിന് ഒരുപാട് സ്പേസ് ഉപയോഗിച്ച് രണ്ടാമത്തെ പാർട്ടിന് സ്പേസ് വളരെ കുറവാണ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു പക്ഷെ ആ പാർട്ട് അറിയാത്തത് കൊണ്ട് സ്ഥലം അങ്ങനെ ഉപയോഗിച്ചാണെന്ന് തോന്നും എക്സാമിനറിന്, അപ്പോൾ ജനറലി മാർക്ക് കുറയും. സോ അങ്ങനെ ഉപയോഗിക്കാതിരിക്കാൻ നോക്കുക. ഇൻ കേസ് നിങ്ങൾക്ക് സ്ഥലം തയ്ക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഹിസ്റ്ററി ആണെങ്കിൽ നമുക്ക് മാപ്പ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സ്റ്റെല്ലാർ പാറ്റേൺ ആണെന്ന് കാണിക്കാൻ വേണ്ടി ഇതുപോലെ ഡയഗ്രാംസ് ഉപയോഗിക്കാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ആ സ്ഥലത്തിനെ ഫുള്ളാക്കി വെക്കുക. സോ അപ്പോഴാണ് നമുക്ക് ഈക്വൽ പാർട്ടിലേക്ക് ആൻസർ നിർത്താൻ പറ്റുന്നത്. പിന്നെ അഗെയിൻ മാർജിൻസിന്റെ അകത്ത് തന്നെ എഴുതുക. നിങ്ങൾക്ക് 4 മാർജിൻസ് ഉള്ള പേപ്പറാണ്, അല്ല UPSC 2 മാർജിനുള്ള പേപ്പറാണ് തോന്നുന്നു തരുന്നത്. സോ അതിന്റെ ഉള്ളിൽ തന്നെ നിൽക്കണം, അതിന്റെ പുറത്തേക്കൊന്നും പോരുത്. പുറത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ കേൾക്കുന്നുണ്ട് നെഗറ്റീവ് മാർക്കിംഗ് ഒക്കെ ഉണ്ടാവും, നമുക്കറിയില്ല. സോ അറിയാത്തൊരു കാര്യം ഇനിയിപ്പോൾ നെഗറ്റീവ് മാർക്കിംഗ് ഇങ്ങനെ കിട്ടിയാൽ നമുക്ക് വേണ്ടല്ലോ. സോ മാർജിന്റെ ഉള്ളിൽ തന്നെ എഴുതാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വേറൊരു കാര്യം കേട്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അകത്ത് നമ്മൾ അണ്ടർലൈൻ ചെയ്തിട്ട് എഴുതുന്ന ഒരു ശീലം യൂഷ്വലി നമ്മൾ ആൻസർ റൈറ്റിംഗ് എഴുതുമ്പോൾ നമ്മൾ അങ്ങനെയാണ് എഴുതിപ്പിക്കാറ്. പക്ഷെ മെയിൻസിൽ വരുമ്പോഴേക്കും ഒരു ഡിറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ പേപ്പറും കൂടി ഉണ്ടാവും. ഇറ്റ്സ് ബെറ്റർ ടു അണ്ടർലൈൻ ആൻഡ് മാർക്ക് തിങ്സ് ഇൻ ദാറ്റ് പേപ്പർ. മെയിൻ നമ്മൾ അവർക്ക് എഴുതി കൊടുക്കാൻ പോകുന്ന പേപ്പറിൽ ഇതൊന്നും അണ്ടർലൈൻ ചെയ്യാതിരിക്കുക. അതിനും നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. പക്ഷേ UPSC ആയിട്ട് നമ്മൾ അവർ എന്തിനാണ് മാർക്ക് തരുന്നത്, എന്തിനാണ് മാർക്ക് കുറയ്ക്കുന്നത് ഇതുവരെ പറഞ്ഞിട്ടില്ല. സോ നമുക്കത് അതിനങ്ങനെ പൂർണ്ണമായി തള്ളിക്കളയാനും പറ്റില്ല. ഞാൻ ഒരിക്കലും അവിടെ എഴുതി കൊടുത്തിരുന്ന പേപ്പറിൽ ഇതുപോലെ അണ്ടർലൈൻ ഒന്നും ചെയ്യുമായിരുന്നില്ല. ബിക്കോസ് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടെങ്കിൽ അത് അഫോർഡ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. പിന്നെ എന്തൊക്കെ ചെയ്താലും നിങ്ങളുടെ ആൻസറിന് ഇൻട്രൊഡക്ഷനും കൺക്ലൂഷനും വേണം. ബോഡി വേണം. ബോഡി പക്ഷെ നമ്മൾ ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാണ് ചോദിച്ചിരിക്കുന്നതെന്ന് ബേസ് ചെയ്തിട്ടാണ് ഈ സബ് ഹെഡിങ്സ് തിരിക്കുക. പക്ഷെ ഇൻട്രൊഡക്ഷനും കൺക്ലൂഷനും എന്തായാലും എഴുതാൻ ശ്രമിക്കുക, അപ്പോഴാണ് ഒരു പൂർണ്ണത കിട്ടുന്നത് ആൻസറിന്. പിന്നെ ഇൻട്രൊഡക്ഷൻ ആൻഡ് കൺക്ലൂഷൻ ക്വസ്റ്റ്യൻ ആയിട്ട് അലൈൻ ചെയ്യുന്നതിന് ഇപ്പൊ ചിലപ്പോ GS 2 ചോദിക്കുന്ന IR-നെ ബേസ് ചെയ്തിട്ടോ പൊളിറ്റിനെ ബേസ് ചെയ്തിട്ടോ ഒക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എക്സാമ്പിൾ പറയുകയാണ്. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ നമ്മളോട് ചോദിച്ചു വന്നിരിക്കും. ഞാൻ മെയിൻസ് എഴുതിയ വർഷം 2025 മെയിൻസിൽ ഒരു ചോദ്യം ഉണ്ടായിരുന്നു, പാർഡനിങ് പവർ ഓഫ് ഇന്ത്യൻ പ്രസിഡന്റും അമേരിക്കൻ പ്രസിഡന്റും കൂടി കമ്പയർ ചെയ്തിട്ട് എഴുതാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. സോ ആ ക്വസ്റ്റ്യൻ അവിടെ വന്നത് എനിക്ക് മനസ്സിലായി നമ്മുടെ ജോ ബൈഡൻ പോകുന്നതിന് മുന്നേ, ട്രംപ് കയറുന്നതിന് മുന്നേ പുള്ളി ഇറങ്ങിപ്പോയപ്പോൾ പുള്ളിയുടെ മോനും പിന്നെ ബാക്കിയുള്ള കുറച്ച് പേർക്കും ഒക്കെ വൈറ്റ് ഹൗസ് അടിച്ച് തകർത്തതിന് മാപ്പ് കൊടുത്തിട്ടാണ് ഇറങ്ങിപ്പോയത്. സോ പുള്ളി അവിടെ പാർഡനിങ് പവർ ഉപയോഗിച്ചു. ആ ഒരു കാര്യം കൊണ്ടായിരിക്കുമല്ലോ ആ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടാവുക. അതൊരു കറണ്ട് റെലവൻസ് ആയിട്ട് ന്യൂസ് പേപ്പറിൽ വന്നു എന്നുള്ള കാര്യം കൊണ്ടായിരിക്കും. അപ്പോൾ ഞാൻ അതിന് ഇൻട്രൊഡക്ഷൻ എഴുതിയത് പേരെഴുതിയില്ല, എന്താണ് നേരത്തെ ഉണ്ടായിരുന്ന അമേരിക്കൻ പ്രസിഡന്റ് റീസെന്റ് പാർഡനിങ് പവർ യൂസ് ചെയ്തു, അതുകൊണ്ട് തന്നെ ഇപ്പോൾ പാർഡനിങ് പവർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിൽക്കുകയാണ് എന്നുള്ള രീതിയിലാണ് ഞാനൊരു ഇൻട്രൊഡക്ഷൻ എഴുതിയത്. സോ അങ്ങനെ നമ്മൾ ഇൻട്രൊഡക്ഷൻ എഴുതുമ്പോൾ ഒന്നാമത്തെ കാര്യം, ഈ കറണ്ട് റെലവൻസിനുള്ള ഏതെങ്കിലും ടോപ്പിക്കിനെ പറ്റിയാണ് ചോദിച്ചതെന്ന് നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ അത് വെച്ചിട്ടാണ് തുടങ്ങുന്നതെങ്കിൽ
എക്സാമിനർ വിൽ അണ്ടർസ്റ്റാൻഡ് നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ എന്തിനാണ് അവിടെ വന്നത് എന്നുള്ള കാര്യം മനസ്സിലായി. സോ നിങ്ങൾ ലോകത്തിനെ പറ്റി ഓവറോൾ ഒരു നോക്കുന്ന വ്യക്തിയാണ്, കുറച്ചെങ്കിലും വിവരമുള്ള വ്യക്തിയാണെന്ന് അവർക്ക് തോന്നും. സോ നമുക്കതൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആയിട്ട് കിട്ടുകയും ചെയ്യും. ഞാൻ അങ്ങനെ വെച്ചിട്ട് കുറേ ആൻസേഴ്സ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് ഐ റിയലി തിങ്ക് ദാറ്റ് വർക്ക്. കുറേ പേര് അങ്ങനെ കുറച്ച് ടോപ്പേഴ്സിന്റെ പേപ്പർ നോക്കിയപ്പോഴാണ് എനിക്ക് അങ്ങനെ ഒരു ഇത് കിട്ടിയത്. സോ ഞാനും അത് യൂസ് ചെയ്തു. വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതല്ല, അത് വേറെ എന്തെങ്കിലും ഇൻട്രൊഡക്ഷൻ വേർതി ആയിട്ട് നിങ്ങൾക്ക് അറിയാം ആ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യനിലാണെങ്കിൽ നിങ്ങൾക്ക് അതും യൂസ് ചെയ്യാം. ഇറ്റ്സ് അപ് ടു യു. ഞാൻ ഉപയോഗിച്ച ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ഇൻട്രൊഡക്ഷനിൽ യൂഷ്വലി ഡേറ്റയോ ട്രെൻഡോ ഒക്കെ വെച്ചിട്ട് തുടങ്ങുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ അഗെയിൻ MSME എടുക്കുകയാണ്, MSMEനെ പറ്റി ഒരു ക്വസ്റ്റ്യൻ ആണ് വന്നതെങ്കിൽ നമുക്കൊരു ട്രെൻഡ് ആയിട്ട് വേണമെങ്കിൽ പറയാം, ഇൻ ദ റീസെന്റ് ഇയേഴ്സ് ബഡ്ജറ്റിൽ MSME സെക്ടറിന് നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്ന പോർഷൻ ഓഫ് ബഡ്ജറ്റ് ഇസ് ഹ്യൂജ്, ഷോയിങ് ദാറ്റ് ദ ഇമ്പോർട്ടൻസ് ഓഫ് MSME സെക്ടർ ഇസ് ഓൺ ദി ഹയർ എൻഡ് എന്ന് നമുക്ക് പറയാം. അപ്പൊ അതൊരു ട്രെൻഡിനെ വെച്ചിട്ടാണ് നമ്മൾ ഇൻട്രൊഡക്ഷൻ എഴുതിയത്. സോ അങ്ങനെ ഒരു ഓൺഗോയിങ് ട്രെൻഡ് അല്ലെങ്കിൽ എന്തെങ്കിലും കറണ്ട് റെലവൻസ് ആയിട്ടുള്ള ടോപ്പിക്സ്, ഡേറ്റ, ഇതൊക്കെ വെച്ചിട്ട് വേണം ഇൻട്രൊഡക്ഷൻ എഴുതാനായിട്ട്. ഇനി കൺക്ലൂഷൻ എഴുതുന്ന ഭാഗം വരുമ്പോൾ GS3 GS2 ഒക്കെ നമ്മൾ യൂഷ്വലി പറയാറ് ഈ പ്രധാനമന്ത്രിയും പ്രസിഡന്റും ഒക്കെ പ്രസംഗിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ വലിയ ഒരു പ്രത്യേക കോട്ടൊക്കെ ഇവർ യൂസ് ചെയ്യുമല്ലോ. ഇപ്പോൾ ഇന്ത്യയുടെയും ഫ്രാൻസിന്റെയും പറ്റി ക്വസ്റ്റ്യൻ ചോദിച്ചാൽ 2 വർഷം മുന്നേ എന്തോ മോദിജി പറഞ്ഞിരുന്നു, ലൈക്ക് ഇന്ത്യ ഈസ് ദി അർജുന ടു ആർ അല്ലല്ലോ, അല്ല, ഇന്ത്യ രാമാണെങ്കിൽ ഫ്രാൻസ് വിൽ ബി ആർ ലക്ഷ്മണ എന്നുള്ള രീതിയിൽ, അതായത് ഒരു ബ്രദർലി സാധനമാണ് 2 കൺട്രീസും തമ്മിലുള്ളതെന്ന് കാണിക്കാൻ വേണ്ടി പുള്ളി പറഞ്ഞതാണ്. സോ അങ്ങനെയുള്ള രീതിയിൽ എന്തെങ്കിലുമൊക്കെ കോട്ടൊക്കെ നമുക്ക് അറിയാമെങ്കിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, കൺക്ലൂഷനിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വാല്യൂ എഡിഷൻ നമുക്ക് കിട്ടും. നമ്മൾ യൂഷ്വലി ആൾക്കാർ യൂസ് ചെയ്ത് കാണാറ് വികസിത് ഭാരത് 2047, SDG ഗോൾസ്, ഇതൊക്കെ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. പക്ഷേ എല്ലാവരും ഇപ്പോൾ അത് യൂസ് ചെയ്യുന്നത് കാരണം അതിന്റെ റെലവൻസ് ഒക്കെ വളരെ കുറഞ്ഞു വരികയാണ്. ഇഫ് യു ഹാവ് എനിത്തിങ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ദാറ്റ്, യൂസ് ദാറ്റ്. അതൊന്നും ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളെങ്കിലും യൂസ് ചെയ്തിട്ട് വേണം കൺക്ലൂഷൻ എഴുതാൻ. അല്ലാണ്ട് വെറുതെ ഒരു സെന്റൻസ് എഴുതി കൺക്ലൂഷൻ നിർത്തുന്നതിൽ വലിയ അർത്ഥമില്ല, അതിനധികം മാർക്കും കിട്ടില്ല. എപ്പോഴും കൺക്ലൂഷനും ഇൻട്രൊഡക്ഷനും ഒരു വാല്യൂ പോയിന്റ് ഇടുന്നത് നമുക്കൊരു ആഡഡ് മാർക്ക് കിട്ടും. പിന്നെ സബ്ജക്ട് റെലവൻറ്റ് ടെക്നിക്സ് ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ പ്രസന്റേഷൻ എൻഹാൻസ് ചെയ്യുന്നതാണ്. അത് എന്തൊക്കെയാണെന്നാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇതൊക്കെ ഞാൻ യൂസ് ചെയ്ത റെലവൻറ്റ് ടെക്നിക്സ് ആണ്. ഇതിൽ ചിലപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, നിങ്ങളുടെ ടീച്ചേഴ്സ് ക്ലാസ്സിൽ എടുക്കുമ്പോൾ ചിലപ്പോൾ പറയാൻ സാധ്യതയുണ്ട്. അതല്ല, നിങ്ങളായിട്ട് ഏതെങ്കിലും ടോപ്പേഴ്സിന്റെ കോപ്പിയിലൊക്കെ കാണുന്നുണ്ടെങ്കിൽ അതും ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ നോക്കുക. അപ്പോൾ നമ്മുടെ ആൻസറിനൊരു യുണീക്നെസ് ഉണ്ടാവും ബാക്കിയുള്ളവരുടെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. ഹിസ്റ്ററിയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ടൈം ലൈൻസും മാപ്സും നമുക്ക് യൂസ് ചെയ്യാം. ഹിസ്റ്ററിയിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ തുടങ്ങുമ്പോൾ തന്നെ ടൈം ലൈൻ വെച്ചിട്ടോ ടൈം ലൈൻ വെച്ചിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു ഓവറോൾ ഐഡിയ ആ ക്വസ്റ്റ്യനെ പറ്റി നിങ്ങൾക്ക് അറിയാന്നുള്ളത് കാണിക്കുകയാണ്. പിന്നെ ഈ ക്വസ്റ്റ്യൻ എഴുതി തീർന്നതിനിടെ ഇടയിൽ എവിടെയെങ്കിലും ഒരു മാപ്പും കൂടി കൊടുക്കാൻ നോക്കുക. ആർട്ട് ആൻഡ് കൾച്ചർ അഗെയിൻ യൂഷ്വലി നമ്മളോട് പാട്രണൈസ് ഡൈനാസ്റ്റിയിൽ, ലൈക്ക് ഇപ്പോൾ ഹൊയ്സാല ആർക്കിടെക്ചർ ഞാൻ നേരത്തെ പറഞ്ഞാണെങ്കിൽ ഹൊയ്സാലാസ് ആണ് പാട്രണൈസ് ചെയ്തത്. സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സാധനം വെച്ചിട്ട് തുടങ്ങുക. മാപ്പ്, ഡയഗ്രാം നമുക്ക് ഇതിൽ കൊണ്ടുവരാൻ പറ്റും. ആർട്ട് ആൻഡ് കൾച്ചറിൽ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം നഗര ആർക്കിടെക്ചർ ചോദിക്കുകയാണെങ്കിൽ നഗരയുടെ ഒരു ചെറിയ ഡയഗ്രാം നമുക്ക് അവിടെ വരച്ച് വെക്കാം, വേസര വരയ്ക്കാം, അങ്ങനെയൊക്കെ. ജോഗ്രഫിയിലും മാപ്സും ഡയഗ്രാംസും ആണ് മെയിൻലി. മാപ്സ് യൂഷ്വലി നമുക്കറിയാലോ, ഇപ്പം ഇക്കണോമിക് ജോഗ്രഫിയിലൊക്കെ ആണെങ്കിൽ അഗ്ലോമറേഷൻ ഇക്കോണമി, ഫുഡ് ലൂസ് ഇൻഡസ്ട്രീസ് ഒക്കെ ചോദിക്കുമ്പോൾ നമുക്ക് മാപ്സ് ഒക്കെ വരയ്ക്കാൻ പറ്റും. ഇപ്പൊ സെമി കണ്ടക്ടർ ചോദിക്കുകയാണെന്ന് വിചാരിക്കുക. സെമി കണ്ടക്ടറിൽ യൂഷ്വലി നമ്മളിപ്പോൾ കേൾക്കുന്നത് തായ്വാന്റെ പേരാണ്. ആ ഒരു സൗത്ത് ഈസ്റ്റിൽ നിൽക്കുന്ന കുറച്ച് സാധനങ്ങളാണ്, കുറച്ച് കൺട്രീസ് ആണ് നമ്മൾ കേൾക്കാറ്. പിന്നെ അമേരിക്കയിലുണ്ട്, ബട്ട് സ്റ്റിൽ ഒരു 90% ഒക്കെ ഇരിക്കുന്നത് തായ്വാന്റെ TSMCയിലാണ്. സോ ആ ഒരു ഭാഗത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടൊരു മാപ്പ് വരയ്ക്കുക, അങ്ങനെയൊക്കെ വേണം വരയ്ക്കാൻ. പിന്നെ ഡയഗ്രാംസ് വരുന്നത് മോസ്റ്റ്ലി ക്ലൈമറ്റോളജി, ഓഷ്യനോഗ്രഫിയിലാണ്. ഇപ്പോൾ സൈക്ലോണിന്റെ ഫോർമേഷനെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായും അവിടെ ഒരു ഡയഗ്രാം വരണം സൈക്ലോണിന്റെ ഫോർമേഷനെ പറ്റിയിട്ട്. സോ അങ്ങനെ റെലവെന്റ് ആണെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഇതൊക്കെ നമ്മൾ നോട്ട് ഉണ്ടാക്കുമ്പോൾ അതിൽ വരച്ച് വെക്കണം, അപ്പോഴാണ് നമുക്ക് ഇവിടെ എടുത്ത് യൂസ് ചെയ്യാൻ പറ്റുന്നത്.
സൊസൈറ്റിയിൽ അഗൈൻ സൊസൈറ്റി റിലേറ്റഡ് കീവേഡ്സ്. ഈ കീവേഡ്സ് എന്ന് പറയുന്ന സാധനം ഓൾമോസ്റ്റ് എല്ലാ സബ്ജക്റ്റിലും ഉണ്ടാവും. സൊസൈറ്റിയിൽ ഞാൻ എടുത്തു പറയാൻ കാരണം നമ്മൾ സൊസൈറ്റി ആയിട്ട് തന്നെ പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ കീവേഡ്സ് വരാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ബാക്കിയുള്ള സബ്ജക്റ്റിൽ യൂഷ്വലി നമ്മുടെ ഈ ഒരു TCM കോഴ്സിൽ തന്നെ കവർ ചെയ്ത് പോകുന്ന രീതിയിൽ ഉണ്ടാവും. സൊസൈറ്റിയിൽ ഉണ്ടാവും, പക്ഷെ നമ്മളത് യൂഷ്വലി അങ്ങനെ കാണാറില്ല. നമ്മൾ ഈ സ്റ്റുഡൻസ് അധികം അതിനൊരു ഇത് കൊടുക്കാറില്ല. അത് കൊടുത്തു തന്നെ പഠിക്കണം സൊസൈറ്റിയിൽ. പിന്നെ ഈ റിപ്പോർട്ടും ഇൻഡീസസും ഒക്കെ വരുമ്പോഴേക്കും അതിൻ്റെ അകത്തുള്ള കണ്ടെത്തലുകൾ, ലൈക്ക് ഇപ്പൊ ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് വരുന്നു, അല്ലെങ്കിൽ മെൻ ആൻഡ് വിമൻ ജെൻഡർ ഇൻഇക്വാലിറ്റി റിപ്പോർട്ട് വരുന്നു. അങ്ങനെയുള്ള റിപ്പോർട്ട്സ് ഒക്കെ വന്നിട്ട് അതിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ മെയിൻ കണ്ടുപിടുത്തം, ലൈക്ക് അവരുടെ ഒരു മെയിൻ സാധനം അവർ കണ്ടുപിടിച്ചിട്ടുണ്ട്, ഒരു കൺക്ലൂഷൻ പോലെ. സോ ആ സാധനം വെച്ചിട്ട് ഇപ്പം മെന്നിന്റെയും വിമന്റെയും കറണ്ട് സിനാരിയോനെ പറ്റി എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ, ഇക്കണോമിക് പാർട്ടിസിപ്പേഷനെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജെൻഡർ ഇൻഇക്വാലിറ്റി റിപ്പോർട്ടിന്റെ ആ ഒരു കണ്ടുപിടുത്തം വെച്ചിട്ട് ഇൻട്രൊഡക്ഷൻ തുടങ്ങാം. സോ ദാറ്റ് വിൽ ഗിവ് യു മോർ അഡ്വാൻറ്റേജ്. കോൺസ്റ്റിറ്റ്യൂഷൻ പൊളിറ്റി വരുമ്പോൾ GS2ന്റെ യൂഷ്വലി ഉള്ള എല്ലാ ഇതിലും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പൊളിറ്റി ഗവേണൻസ് ഇതിലൊക്കെ വരുമ്പോൾ ആർട്ടിക്കിൾസ്, അതായത് കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള പ്രൊവിഷൻസ് ഉണ്ടല്ലോ, ആർട്ടിക്കിൾ നമ്പേഴ്സ്, അമെൻമെന്റ് ആക്ട്സിന്റെ നമ്പേഴ്സ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് തുടങ്ങാൻ ശ്രമിക്കുക. ബിക്കോസ് നമ്മൾ ഈ സാധനങ്ങളൊക്കെ നമ്മൾ എഴുതണം എന്ന് പറയുന്നത് എക്സാമിനറിന്റെ ഒരു കാര്യം ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. യൂഷ്വലി GS2 ഒക്കെ നോക്കുന്നത് ചിലപ്പോൾ പൊളിറ്റിക്കൽ സയൻസിലൊക്കെ നല്ല നോളജ് ഉള്ള അങ്ങനത്തെ പ്രൊഫസേഴ്സ് ആവാനാണ് സാധ്യത. അപ്പൊ അവര് യൂഷ്വലി കണ്ടുവരുന്ന എന്താണ്, ഇതുപോലെ ആർട്ടിക്കിൾസും കോൺസ്റ്റിറ്റ്യൂഷണലായിട്ടുള്ള ബാക്കി പ്രൊവിഷൻസും ഒക്കെയാണ്. സോ അവർ നോക്കുന്ന പേപ്പറിൽ നമ്മൾ അത് കൊടുക്കുന്നു. ജോഗ്രഫി പ്രൊഫസേഴ്സ് കണ്ടുവരിക ഡയഗ്രാംസും മാപ്സും ആണ്, അവർ നോക്കുന്ന പേപ്പറിൽ നമ്മൾ അതിട്ട് കൊടുക്കുന്നു. അപ്പൊ നമുക്കും കൂടി കുറച്ച് മാർക്ക് കിട്ടും എന്നുള്ള രീതിയിൽ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള സാധനങ്ങൾ പറയുന്നത്. ഞാൻ ഇതൊക്കെ യൂസ് ചെയ്തിരുന്നു. കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവിഷൻസും മാത്രം കൂടാണ്ട് കേസ് ലോസ്. ഇപ്പോ എന്താ ഒരു എക്സാമ്പിൾ പറഞ്ഞാല് ആർട്ടിക്കിൾ 21ന്റെ കാര്യം എടുക്കാം. അപ്പൊ ആർട്ടിക്കിൾ 21 നമ്മുടെ മനേകാ ഗാന്ധി കേസിന് ശേഷമാണ് അതിന്റെ ആ ഒരു ആംബിറ്റ് ഇത്രയും വലുതായത്. ആൻഡ് അതിന്റെ അകത്ത് വരുന്ന കുറെ കുഞ്ഞു കുഞ്ഞു റൈറ്റ്സ് പിന്നീട് സുപ്രീം കോടതിയും ഹൈക്കോടതിയും പല ഹൈക്കോടതികളും ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഓൾഗ ടെല്ലിസിന്റെ കേസ് എടുത്താൽ റൈറ്റ് ടു ലൈവ്ലിഹുഡ് എന്ന് പറയുന്ന സാധനം ആർട്ടിക്കിൾ 21ന്റെ ഉള്ളിൽ വരുന്നതാണെന്ന് അവർ പറഞ്ഞു. ഹുസനാര ഖാത്തൂൺ കേസ് എടുത്തു കഴിഞ്ഞാൽ റൈറ്റ് ടു സ്പീഡി ട്രയൽ അല്ലെങ്കിൽ ഫെയർ ട്രയൽ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 21ന്റെ ഉള്ളിൽ വരുന്നതാണെന്ന് പറഞ്ഞു. അങ്ങനെ കുറെ തരത്തിലുള്ള കേസ് ലോസ് ഉണ്ടല്ലോ. ആ ഒരു കേസ് ലോസ് നമ്മൾ ചോദിക്കുന്ന കാര്യത്തിന് ഈ എക്സാമ്പിൾ ആയിട്ടോ അല്ലെങ്കിൽ പോയിന്റ്സ് ആയിട്ടോ എഴുതി കഴിയുമ്പോഴത്തേക്കും ആ ഒരു ഇത് കിട്ടും, ഒരു എന്താ പറയാ, നിങ്ങളുടെ ആൻസറിനൊരു ഗുമ്മ് കിട്ടും. അതിന് വേറൊരു വാക്ക് എനിക്ക് കിട്ടുന്നില്ല. ആ സാധനം എന്തായാലും എഴുതാൻ ശ്രമിക്കുക. അതുപോലെ കമ്മിറ്റി റെക്കമെൻഡേഷൻസും എഴുതുക. അപ്പൊ നമ്മൾ ഗവർണറിനെ പറ്റി എന്തെങ്കിലും, ഗവർണേഴ്സിന്റെ ആ ഒരു പോസ്റ്റിനെ പറ്റി എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ യൂഷ്വലി എല്ലാവരുടെ പേപ്പറിലും സർക്കാരിയ കമ്മീഷനും പുഞ്ചി കമ്മീഷനും കാണാറുണ്ട്. ചിലപ്പോൾ എഴുതിയ ആൾക്ക് ഈ സർക്കാരിയ കമ്മീഷനോ പുഞ്ചി കമ്മീഷനോ എന്താ പറഞ്ഞെന്ന് പോലും അറിയുന്നുണ്ടാവില്ല. പക്ഷെ ആ ഒരു പേര് അവിടെ ഉണ്ട്. സോ അതിന് മാർക്ക് കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് അങ്ങനെ കമ്മിറ്റി ഇപ്പൊ അതിനെപ്പറ്റി അവരെന്താ പറഞ്ഞതെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ അതും നമുക്ക് വേറെ അടുത്ത് യൂസ് ചെയ്യാൻ പറ്റും. അറ്റ്ലീസ്റ്റ് ഈ പേരുകളെങ്കിലും ഒക്കെ യൂസ് ചെയ്യുന്ന രീതിയിൽ വേണം ആദ്യം ആൻസർ എഴുതി തുടങ്ങാൻ. പിന്നെ നിങ്ങളായി തന്നെ ആൻസർ പയ്യെ എഴുതി വരുമ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ അറിയുകയും ചെയ്യും. കീ ഒക്കെ വായിക്കുമല്ലോ, ആൻസർ കീ വായിക്കുമ്പോൾ അതിനെപ്പറ്റി കൂടുതൽ അറിയാം. അപ്പൊ അതും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും പിന്നീടൊക്കെ. പിന്നെ ലെജിസ്ലേഷൻസും അത് യൂഷ്വലി ഇതാണ്, നമ്മൾ റൈറ്റ് ടു പ്രൈവസി അല്ലെങ്കിൽ റൈറ്റ് ടു ഇൻഫർമേഷൻ ഒക്കെ പറയുമ്പോൾ നമ്മൾ എന്തായാലും RTI 2005നെ പറ്റി എഴുതും. അങ്ങനെ ലെജിസ്ലേഷൻസും കൂടെ ഒക്കെ GS2 എഴുതാൻ ശ്രമിക്കാം. സോഷ്യൽ ജസ്റ്റിസ് ഇസ് ആസ് ഐ ഏർലിയർ സെഡ് ഇറ്റ്സ് വെരി സിമിലർ ടു സൊസൈറ്റി. അവിടെയും കീവേഡ്സ് ഒക്കെ ആവശ്യമുണ്ട്. പിന്നെ ഈ റിപ്പോർട്ടിലെയും ഇൻഡീസസിലെയും ഫൈൻഡിങ്സ്, ഇതിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ UN വിമനിലുള്ള സാധനങ്ങൾ. ഇപ്പൊ സോഷ്യൽ ജസ്റ്റിസ് യൂഷ്വലി നമ്മൾ പഠിക്കുക വൾണറബിൾ കമ്മ്യൂണിറ്റീസിനെ വെച്ചിട്ടാണ്. വൾണറബിൾ കമ്മ്യൂണിറ്റീസ് ആയിട്ട് നമുക്ക് ആരൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും നമ്മുടെ സൊസൈറ്റിയിൽ? ആരെങ്കിലും പറയോ? കേട്ടില്ല. എൽഡർലി പീപ്പിൾ. ഓക്കെ, അതൊരു വൾണറബിൾ കമ്മ്യൂണിറ്റി ആണ്. പിന്നെ
ഓക്കെ, ഇവിടെ ഒന്നും വരുന്നില്ല, ഞാൻ തന്നെ പറയാം. നമ്മൾ യൂഷ്വലി സോഷ്യൽ ജസ്റ്റിസിൽ എടുക്കുമ്പോൾ വിമനെ പറ്റി പഠിക്കും, ചിൽഡ്രനെ പറ്റി പഠിക്കും, നേരത്തെ പറഞ്ഞ പോലെ എൽഡർലി പീപ്പിളിനെ പറ്റി പഠിക്കും, പേഴ്സൺസ് വിത്ത് ഡിസേബിലിറ്റീസിനെ പറ്റി പഠിക്കും, ട്രൈബൽ പീപ്പിൾ ആൻഡ് SC/ST ടോട്ടലി, എന്നാലും ട്രൈബൽ പീപ്പിളിനെ പറ്റി കുറച്ചും കൂടി ആഴത്തിലും പഠിക്കും ഈ FRA ഒക്കെ വെച്ചിട്ട്. സോ അങ്ങനെയാണ് പഠിക്കുക. അപ്പൊ ഇവരെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഇവരുടെ ഇപ്പോഴുള്ള കണ്ടീഷൻ എന്താണ് സൊസൈറ്റിയിൽ. അതിന് നമുക്കൊരു ഡേറ്റ ഒക്കെ കണ്ടുപിടിച്ചെടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ UN Women യൂസ് ചെയ്തത്. അതുപോലെ പലതരത്തിലുള്ള ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇപ്പോഴുള്ള അവസ്ഥ കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ വേറെ എന്തെങ്കിലും ഒരു പെക്യുലർ ഫൈൻഡിങ്സ് നിങ്ങൾക്ക് ഈ വർഷത്തെ ഭാഗമായിട്ട് കിട്ടുകയാണെങ്കിൽ അത് യൂസ് ചെയ്താൽ വെൽ ആൻഡ് ഗുഡ്. കാരണം ഈ ഒരുപാട് തവണയായി മെയിൻസ് എഴുതുന്ന വെറ്ററൻസ് അവരെപ്പോഴും യൂസ് ചെയ്ത് വരുന്ന ഡേറ്റ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. നിങ്ങൾ പുതിയൊരു സാധനമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിലൊരു പുതുമ ഉണ്ടാവും. സോ അത് നിങ്ങൾക്ക് കുറച്ചും കൂടെ മാർക്ക് തരും. അപ്പൊ അങ്ങനെ എപ്പോഴും കറണ്ട് ആയിട്ടുള്ള ഡേറ്റാസ് കുറച്ചുകൂടെ കൂടുതൽ ഉപയോഗിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അത് അവരുടെ കറണ്ട് ഇതിനെ പറ്റി പറയാൻ വേണ്ടി നമ്മളൊരു ഡേറ്റ ഉപയോഗിച്ചു. എന്നാൽ ഗവൺമെന്റ് അവർക്ക് വേണ്ടി എന്തൊക്കെ സോഫാർ ചെയ്തു എന്നുള്ള കാര്യത്തിന് പറയാൻ വേണ്ടിയിട്ട് കുറച്ച് പോളിസീസിന്റെ എക്സാമ്പിൾസ്, ഇപ്പൊ ഗവേണൻസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ പോളിസി എക്സാമ്പിൾസ് ഇപ്പൊ ഒരുപാട് എഴുതേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ പോളിസി എക്സാമ്പിൾസ് ഇപ്പൊ വിമന് വേണ്ടി പറയാൻ വേണ്ടി നമ്മുടെ ഇവിടെ എന്തൊക്കെ സ്കീംസ് ഉണ്ട്, കുറച്ച് സ്കീംസിന്റെ പേര് പറയാമോ? വിമൻ എംപവർമെന്റിന് വേണ്ടി അല്ലെങ്കിൽ വിമനെ അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ പറയുന്ന നാരീശക്തി വന്ദന അധിനിയമാണ്. ദാറ്റ്സ് ഗുഡ്. നമ്മുടെ ഈ സെൻസസ് കഴിഞ്ഞതിന് ശേഷം അവർക്ക് നമ്മുടെ പാർലമെന്റിലും നിയമസഭയിലും ഒക്കെ റിസർവേഷൻ കൊടുക്കുന്നതിനെ പറ്റിയിട്ട്. പിന്നെ വേറെ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു പോയൊരു സ്കീമാണ് സ്റ്റാൻഡപ്പ് ഇന്ത്യ. SC/ST വിമന് വേണ്ടിയിട്ട് ഗവൺമെന്റ് കൊടുക്കുന്ന ഒരു സാധനം. ഇത് നമുക്ക് വിമനിലും എഴുതാം, SC/ST അപ്ലിഫ്റ്റ്മെന്റിലും എഴുതാം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ എഴുതാൻ പറ്റും. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന സാധനമാണ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ. ഇപ്പൊ അത് പുതിയ സാധനമൊന്നും അല്ല, ബട്ട് സ്റ്റിൽ കഴിഞ്ഞ വർഷം ഐ തിങ്ക് അതിന്റെ 10 വർഷമോ 15 വർഷം അങ്ങനെ എന്തോ സെലിബ്രേറ്റ് ചെയ്തിരുന്നു. 2014 തുടങ്ങിയത്. സോ 24 10 വർഷം അങ്ങനെ. സോ അത് എഴുതാം. അതിന്റെ ആണെങ്കിൽ നമ്മൾ അത് വെച്ച് ലൈക്ക് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോന് ശേഷവും പിന്നെ മറ്റേ ഫീമെയിൽ ഫീറ്റിസൈഡ് നിർത്തലാക്കാനുള്ള സംഭവം ഭയങ്കര സ്ട്രിക്റ്റ് ആക്കിയതിനു ശേഷവും ഹരിയാനയിലെ സെക്സ് റേഷ്യോ കൂടിയെന്ന് നമ്മൾ കണ്ടു. എന്നാൽ കഴിഞ്ഞ ഒരു 1-2 വർഷത്തിൽ അത് കുറഞ്ഞു വീണ്ടും എന്നും നമ്മൾ കണ്ടു. അപ്പൊ അതിന്റെ ഇഫക്റ്റീവ്നെസ് ആണ് നമ്മളോട് ചോദിക്കുന്നത്. ഇവർക്ക് ലൈക്ക് വിമനെ അപ്ലിഫ്റ്റ് ചെയ്യാനുള്ള പോളിസീസിന്റെ ഇഫക്റ്റീവ്നെസ് ആണ് ചോദിക്കുന്നതെങ്കിൽ നമുക്ക് ഈ പോളിസി കൊണ്ടുവന്നു, ബട്ട് അറ്റ് ദ സെയിം ടൈം കഴിഞ്ഞ 1-2 വർഷത്തിൽ സെക്സ് റേഷ്യോ കുറയാൻ ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മൾ അതിന്റെ പോസിറ്റീവും എഴുതി എന്നാൽ നെഗറ്റീവും എഴുതി, അങ്ങനെയുള്ള രീതിയിൽ അതിനെ അഡ്രസ് ചെയ്യാൻ പറ്റും. അങ്ങനെ വേണം സോഷ്യൽ ജസ്റ്റിസ് പഠിക്കാൻ വേണ്ടി. നമ്മൾ ഗവൺമെന്റ് പോളിസീസ് കൊണ്ടുവന്നു. അതേപോലെ തന്നെ ഗവൺമെന്റ് പോളിസീസ് പറയുമ്പോൾ ഇഫക്റ്റീവ്നെസ്സും അതിന്റെ കൂടെ ചേർന്ന് പഠിക്കാനുള്ളതാണ്. പിന്നെ നമ്മൾ എല്ലാവരും സിവിൽ സർവൻസ് ആവാൻ ആസ്പയർ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു പ്രോബ്ലം മാത്രമല്ല UPSC എക്സ്പെക്ട് ചെയ്യുന്നത്, ഒരു സൊല്യൂഷനും കൂടി എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ പ്രോബ്ലംസ് കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രമുള്ളവരല്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മുടെ ആവശ്യമില്ലല്ലോ. നോർമൽ എല്ലാവരും പ്രോബ്ലംസ് കണ്ടുപിടിക്കുക, അതിനെപ്പറ്റി ഇങ്ങനെ പരാതി പറയുകയും ചെയ്യും. നമ്മൾ കുറച്ച് സൊല്യൂഷൻ സീക്കേഴ്സും കൂടി ആവേണ്ട ആവശ്യമുണ്ട്. സോ നമ്മളോട് ലിമിറ്റേഷൻസിനെ പറ്റിയിട്ടോ ചാലഞ്ചസിനെ പറ്റിയിട്ടോ ഒക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായും അതിലൊരു വേ ഫോർവേഡ് എഴുതാൻ ശ്രമിക്കുക. അപ്പോഴാണ് നമ്മുടെ ആൻസറിന് കുറച്ചും കൂടി ഒരു ഓഫീസർ ലെവൽ ആൻസർ ആയിട്ട് നമുക്ക് മാറ്റാൻ പറ്റുന്നത്. വേ ഫോർവേഡ് യൂഷ്വലി എല്ലാവരും എഴുതാൻ പറയാറുണ്ട്. കുറച്ച് ക്രിയേറ്റീവ് ആയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഈ കമ്മിറ്റി റെക്കമെൻഡേഷൻസ് വെച്ചിട്ടുള്ള വേ ഫോർവേഡ് ഒക്കെ എഴുതുമ്പോൾ കുറച്ചുകൂടെ ഡേറ്റ ഓറിയന്റഡ് വേ ഫോർവേഡ് ആണ്, കുറച്ച് പഠിച്ചിട്ടുള്ള ഒരു വേ ഫോർവേഡ് ആണെന്ന് തോന്നും. അപ്പം അതിനൊരു ആഡഡ് അഡ്വാൻറ്റേജ് കിട്ടും. ഇന്റർനാഷണൽ റിലേഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സബ്ജക്ട് റെലവൻസ് വരുമ്പോഴത്തേക്കും ഇന്റർനാഷണൽ റിലേഷൻസ് വരുമ്പോൾ കണ്ടംപററി ഇവന്റിൽ നിന്ന് കാര്യങ്ങൾ എടുത്ത് എഴുതലാണ് കൂടുതൽ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് ഇന്ത്യ US പ്രസിഡൻസിന്റെ പാർഡനിങ് പവർ എടുത്തപ്പോൾ ഇപ്പൊ അത് എന്തുകൊണ്ട് ചോദിച്ചു എന്നുള്ള കാര്യം പറഞ്ഞിട്ടാണ് ഞാൻ എഴുതി തുടങ്ങിയത്. അതുപോലെ കറണ്ട് റെലവൻസ് ഉള്ള ടോപ്പിക്സ് വെച്ച് നമുക്ക് എഴുതി തുടങ്ങാം. അതുപോലെ IR-ലും നമുക്ക് മാപ്പ് വരയ്ക്കാൻ പറ്റും.
ബൈലാറ്ററൽ മൾട്ടിലാറ്ററൽ ഗ്രൂപ്പിംഗ്സ് വെച്ചിട്ടും തുടങ്ങാൻ പറ്റും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് വേണം തുടങ്ങാൻ. സോ ഇതാണ് സബ്ജക്റ്റ് റെലവൻറ്റ് ടെക്നിക്സ്. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. ഓൾമോസ്റ്റ് 1 hour. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ്, ഡൗട്ട്സ് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഞാനൊരു ചെറിയ ടാസ്ക് തരാം നിങ്ങൾക്ക്. ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ആൻസർ നിങ്ങൾ എങ്ങനെ സ്ട്രക്ചർ ചെയ്യുന്നുള്ളത് മാത്രം ഒന്ന് പറയാൻ നോക്കുക. ക്വസ്റ്റ്യൻ ഇതാണ്: The architecture of Vijayanagara was a unique blend of various styles that reflected the cosmopolitan nature of the empire. Discuss. Architecture of Vijayanagara was a unique blend of various styles that reflected the cosmopolitan nature of the empire. ഇതിലിപ്പോ നമ്മൾ ഇൻട്രൊഡക്ഷനിൽ എന്തായിരിക്കും കൊടുക്കണ്ടേ? കേട്ടില്ല, ആരെങ്കിലും പറയാമോ? എന്താ? ഓക്കെ, ഇവിടെ ഒരാൾ പറഞ്ഞത്, ഓൺലൈനും കൂടി കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഇവിടെ ക്ലാസ്സിലുള്ള ഒരാൾ പറഞ്ഞത് വിജയനഗര എംപയറിനെ പറ്റി ഏതെങ്കിലും ട്രാവലേഴ്സ് എഴുതിയ എന്തെങ്കിലും അക്കൗണ്ട്സിൽ കോട്ടോ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ കൊടുക്കാമെന്നാണ്. കൊടുക്കാൻ പറ്റും, ഗുഡ്. അതും കോസ്മോപൊളിറ്റൻ നേച്ചറിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. ഇനി അത് കുറച്ച് ചിന്തിച്ച് പോകേണ്ട ഒരു സാധനമാണ്. നമ്മൾക്ക് വേഗം അറിയാമെങ്കിൽ മാത്രമാണ് നമുക്കത് എഴുതാൻ പറ്റുള്ളൂ. അതല്ല, ഒരു നോർമലായിട്ട് നമുക്ക് അങ്ങനെയൊന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ വിജയനഗരനെ പറ്റി നമുക്ക് അവരുടെ ടൈം ലൈനും അവരെവിടെയായിരുന്നു ഉണ്ടായിരുന്നത്, കൃഷ്ണ തുംഗഭദ്ര ഡവാബിൽ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അതിൽ ഒരു മെയിൻ കിങ് കൃഷ്ണദേവരായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എഴുതി തുടങ്ങാം. സോ ഇങ്ങനെ വേണം ഒരു ഇൻട്രൊഡക്ഷൻ എഴുതി തുടങ്ങുക. അത് ടോപ്പിക്കായിട്ട് റെലവെന്റ് ആണോ എന്ന് ചോദിച്ചാൽ ആണ്. കാരണം വിജയനഗരനെ പറ്റി ചോദിച്ചപ്പോൾ നമ്മൾ വിജയനഗരനെ പറ്റി തന്നെ എഴുതി തുടങ്ങി. അതിൽ നമ്മൾ വാല്യൂ പോയിന്റ്സ് കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം നമ്മളോട് ചോദിച്ചത് വിജയനഗര യുണീക്ക് ബ്ലെൻഡ് ഓഫ് വേരിയസ് സ്റ്റൈൽസ് കാണിച്ച ഒരു ആർക്കിടെക്ചർ ആണ് അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നത്. സോ യുണീക്ക് ബ്ലെൻഡ് ഓഫ് വേരിയസ് സ്റ്റൈൽസ്, അതാണ് നമ്മുടെ അടുത്ത കീ ആയിട്ട് നമ്മൾ കൊടുക്കേണ്ട ഒരു സബ് ഹെഡിങ്. സബ് ഹെഡിങ് അങ്ങനെ കൊടുക്കാം. അങ്ങനെ കൊടുക്കാത്തവർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിലിപ്പം യൂഷ്വലി നമ്മൾ പറയുമ്പോൾ വിജയനഗരക്കുള്ള കാലം എന്ന് പറഞ്ഞാൽ ഫോറിനേഴ്സ് ഒക്കെ വന്ന് കുറച്ചായ കാലമാണ്. സോ ഇന്ത്യൻ എലമെന്റ്സും ഉണ്ടാവും, ഫോറിൻ എലമെന്റ്സും ഉണ്ടാവും. ഇന്ത്യനിൽ തന്നെ പല ടൈപ്പ് ഓഫ് എലമെന്റ്സിന്റെ, അതായത് മുകളിലുള്ള നഗരയും താഴെയുള്ള ദ്രാവിഡയും ഒക്കെ ഈ വിജയനഗരനെ ഇൻഫ്ലുവൻസ് ചെയ്ത ആർക്കിടെക്ചേഴ്സ് ആണ്. സോ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. ഈ വേരിയസ് ബ്ലെൻഡ് ഓഫ് യുണീക്ക് ബ്ലെൻഡ് ഓഫ് വേരിയസ് സ്റ്റൈൽസ് എന്ന് എഴുതിയിട്ട് നമുക്ക് വേണമെങ്കിൽ അതിനെ വീണ്ടും രണ്ടായി തിരിക്കാം. ഒന്ന് തിരിക്കാൻ അറിയുന്ന, നമുക്ക് ഏകദേശം രൂപം ഉള്ളതാണെങ്കിൽ ഇൻഡിജിനസ് ഫീച്ചേഴ്സിനെ പറ്റിയും ഫോറിൻ ഫീച്ചേഴ്സിനെ പറ്റിയും നമുക്ക് എഴുതാം. അപ്പോൾ ഫോറിൻ ഫീച്ചേഴ്സിനാണെങ്കിൽ എന്തൊക്കെയാ വരിക? ഈ മുഗൾ ആർക്കിടെക്ചറിൽ നിന്ന് ഇവരെടുത്തതാണ്. ഇവരുടെ ഒരു ലോട്ടസ് മഹൽ എന്ന് പറഞ്ഞിട്ടൊരു ആർക്കിടെക്ചർ മാർവൽ ഉണ്ട്. അതിൻ്റെ അകത്ത് ഇവരെടുത്തിരിക്കുന്ന ഈ ജാലീസും പിന്നെ ഈ ലോട്ടസിന്റെ കുറച്ച് എലമെന്റ്സും ഒക്കെ മുഗൾ ആർക്കിടെക്ചറിൽ നിന്ന് വന്നതാണ്. സോ ആ സാധനം ഒക്കെ വെച്ചിട്ട് നമുക്ക് എഴുതാം. ഇതിന്റെ സൈഡിൽ നമുക്കൊരു ഡയഗ്രാം കൊടുത്തൂടെ? വിജയനഗര ആർക്കിടെക്ചറിനെ പറ്റിയിട്ടാണ് ചോദിച്ചത്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ അവരുടെ ആ ഒരു ഇവർക്കൊരു വലിയ എൻട്രൻസ് ഒക്കെ ഉണ്ടല്ലോ, അമ്പലത്തിലേക്ക് കയറുന്നതിന് മുന്നേ ഒരു വലിയ എൻട്രൻസ്, അതിനെന്തോ ഒരു പേരുണ്ടായിരുന്നു, ഞാൻ മറന്നുപോയി. സോ ആ സാധനത്തിന്റെ വല്ലതും നമുക്ക് ചെറിയ ഡയഗ്രാം അറിയാമെങ്കിൽ അത് വരയ്ക്കാൻ നോക്കുക. അങ്ങനെ എന്തെങ്കിലും ഡയഗ്രാംസ് ഒക്കെ കൂടി കൊടുക്കുക. ഇനി നമ്മളോട് പറഞ്ഞത് ഇവർക്ക് ഈ ആർക്കിടെക്ചറിൽ യുണീക്ക് ബ്ലെൻഡ് ഓഫ് വേരിയസ് സ്റ്റൈൽസ് ഉണ്ട്. അറ്റ് ദ സെയിം ടൈം കോസ്മോപൊളിറ്റൻ നേച്ചർ ഓഫ് ദ എംപയർ കാണിക്കാനും ഈ ആർക്കിടെക്ചർ സഹായിച്ചിരുന്നു എന്നാണ് പറഞ്ഞത്. നമുക്ക് അടുത്ത വരേണ്ട സാധനം എന്താണ്? കോസ്മോപൊളിറ്റൻ നേച്ചർ ഓഫ് ദി എംപയർ ആണ്. അപ്പൊ അതില് ആർക്കിടെക്ചർ മാത്രം എഴുതിയാൽ മതിയോ? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ യൂഷ്വലി നമ്മൾ എല്ലാവരുടെയും പേപ്പറിൽ കാണാറ് കോസ്മോപൊളിറ്റൻ നേച്ചർ എന്ന് എഴുതിയിട്ട് ഈ ആർക്കിടെക്ചറിനെ പറ്റി മാത്രം എഴുതി പോലാണ്. അത് എസെൻഷ്യലി നമ്മൾ ആദ്യം എഴുതിയ പാർട്ടിന്റെ തന്നെ ഒരു റെപ്പറ്റീഷൻ ആയിട്ടേ വരുള്ളൂ. സോ കോസ്മോപൊളിറ്റൻ നേച്ചർ കാണിക്കാൻ വേണ്ടി കുറച്ചും കൂടി നമുക്ക് കാര്യങ്ങൾ എഴുതാം. നേരത്തെ കുട്ടി പറഞ്ഞതുപോലെ ഈ ട്രാവലേഴ്സ് ഒക്കെ വന്നത് ഈ എംപയർ ഒരു കോസ്മോപൊളിറ്റൻ നേച്ചർ കാണിച്ചതിന്റെ ഭാഗമായിട്ടാണ്. അതുപോലെ തന്നെ ട്രേഡ് ഉണ്ടായിരുന്നു ഇവർക്ക്, വളരെ ദൂര സ്ഥലങ്ങളിലേക്ക് വരെ ട്രേഡ് ഉണ്ടായിരുന്നു. പിന്നെ ആർക്കിടെക്ചർ ഒരു പോയിന്റ് ആയിട്ട് നമുക്ക് എന്തായാലും എഴുതാം കേട്ടോ ഈ കോസ്മോപൊളിറ്റൻ നേച്ചറിൽ.
അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ എഴുതിയിട്ട് വേണം ഇതിന്റെ കോസ്മോപൊളിറ്റൻ നേച്ചർ കാണിക്കാൻ. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്നത് ലൈക്ക് NCERT-യിൽ ഏതോ ഒരു +2 ആണെന്ന് തോന്നുന്നു, NCERT-യിൽ കിടപ്പുണ്ട്. ഇവിടുത്തെ വിമൻ കുറച്ച് എംപവേർഡ് ആയിരുന്നു. അവര് ഈ കോമ്പാറ്റിലൊക്കെ ലൈക്ക് എന്താ പറയാ, ഈ റെസ്ലിംഗ് ഒക്കെ അതിലൊക്കെ ഏർപ്പെടുമായിരുന്നു എന്നുള്ള രീതിയിൽ. സോ അവര് കുറച്ച് എംപവേർഡ് വുമൻ ആയിരുന്നു. അപ്പൊ അതും കുറച്ചൊരു കോസ്മോപൊളിറ്റൻ നേച്ചർ കാണിച്ചു എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ നമുക്ക് എഴുതാം. സോ അങ്ങനെയൊക്കെ വേണം ഈ ആൻസർ എഴുതി പോവാൻ. പിന്നെ ലാസ്റ്റ് ഒരു കൺക്ലൂഷനും എഴുതണം. അത് വേണമെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റുന്നത് വിജയനഗരയുടെ ആർക്കിടെക്ചർ ഫോം പിന്നീടുള്ള ഏതെങ്കിലും ഒരു ആർക്കിടെക്ചർ ഫോമിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളതായിട്ട് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഈ ആർക്കിടെക്ചർ ഫോം പിന്നീടുള്ള ആർക്കിടെക്ചറൽ ഫോംസിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്, ഫോർ എക്സാമ്പിൾ ഇന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു കൺക്ലൂഷൻ എഴുതാം. സോ ഇതിൽ ഇൻട്രൊഡക്ഷനിൽ നമ്മൾ വാല്യൂ പോയിന്റ് കൊടുത്തു, 2 ഡയഗ്രാം കൊടുക്കേണ്ടത് കൊടുത്തു, ചോദിച്ച സബ് പാർട്ട് എല്ലാം അഡ്രസ് ചെയ്തു, കൺക്ലൂഷനും കൊടുത്തു, അതിലും വാല്യൂ പോയിന്റ് ഉണ്ട്. അങ്ങനെ വേണം ഒരു മോഡൽ ആൻസർ എഴുതാൻ വേണ്ടിയിട്ട്. ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അതാ ഞാൻ പറഞ്ഞു, യൂഷ്വലി 10 മാർക്കേഴ്സ് 2 പാർട്ടാണ് ക്വസ്റ്റ്യനിൽ ഉണ്ടാവുക. ക്വസ്റ്റ്യനിൽ 3 പാർട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായും 3 പാർട്ടും ഐഡന്റിഫൈ ചെയ്യണം. പിന്നെ യൂഷ്വലി നമ്മൾ കണ്ടുവരുന്ന ഒരു സാധനമാണ് റിട്ടോറിക്കൽ ആയിട്ടുള്ള ഒരു സെന്റൻസ് വെച്ചിട്ട് ക്വസ്റ്റ്യൻ UPSC ഇങ്ങനെ തുടങ്ങും. ഒരു സെന്റൻസ് വെറുതെ എഴുതി വെച്ചിട്ട് വേറെ എന്തെങ്കിലും പറ്റിയായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പൊ എല്ലാവരും ഈ റിട്ടോറിക്കൽ സെന്റൻസിനെ അങ്ങ് വിടും. UPSC അവരുടെ മഷിയും സമയമൊന്നും വെറുതെ കളയില്ല, പേപ്പറും വെറുതെ കളയില്ല. സോ ആ റിട്ടോറിക്കൽ സെന്റൻസിനെയും നമ്മൾ അഡ്രസ്സ് ചെയ്തിട്ട് വേണം ഇൻട്രൊഡക്ഷന്റെ തൊട്ട് താഴെയായിട്ടോ ഈ റിട്ടോറിക്കൽ സെന്റൻസിനെയും കൂടെ ഒന്ന് അഡ്രസ് ചെയ്തിട്ട് വേണം ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്ന ബാക്കി മെയിൻ കാര്യങ്ങൾ എഴുതാൻ. നമ്മൾ ഇതിനെ അഡ്രസ് ചെയ്യുന്നു എന്ന് വെച്ച് റിട്ടോറിക്കൽ പാർട്ടിന് ഒരുപാട് സ്ഥലം കൊടുക്കുകയും ചെയ്യരുത്, ഇമ്പോർട്ടൻസ് കൊടുക്കരുത്. കാരണം നമ്മളോട് ചോദിച്ച മെയിൻ കാര്യങ്ങളെ പറ്റി നമുക്ക് എഴുതാനായിട്ട് അപ്പോൾ സ്ഥലം കിട്ടില്ല. റിട്ടോറിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ്റെ ഏതെങ്കിലും എക്സാമ്പിൾ കിട്ടിയാൽ ഞാനിപ്പോൾ പറഞ്ഞുതരാം. ഓക്കെ, 2025-ലുള്ള GS2-ലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി ഇസ് ദ ഫൾക്രം വിച്ച് ആക്ട്സ് ആസ് എൻ എസെൻഷ്യൽ ചെക്ക് അപ്പോൺ ദ ഹൈ ഫങ്ഷണറീസ് ആൻഡ് സിറ്റിസൺസ് അലൈക്ക്. ഇത്രയും ഭാഗം അപ്പോസ്ട്രോഫിക്കുള്ളിലാണ് കിടക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ ഈ റിട്ടോറിക്കൽ പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ. ഇത് കഴിഞ്ഞ ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാൽ, ഇൻ വ്യൂ ഓഫ് ദി എബവ് ഒബ്സർവേഷൻ ഓഫ് ദി സുപ്രീം കോർട്ട്, explain the concept of constitutional morality and its application to ensure balance between judicial independence and judicial accountability in India. Usually നമ്മൾ ആൻസർ എഴുതി തുടങ്ങുമ്പോൾ ഈ റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻ അഡ്രസ് ചെയ്യാണ്ട് എഴുതി തുടങ്ങാറാണ് പതിവ്. ആദ്യമായിട്ടൊക്കെ ആൻസർ എഴുതുന്ന ആൾക്കാരും പിന്നെ ഫസ്റ്റ് ടൈം മെയിൻസ് അപ്പിയർ ചെയ്യുന്ന ആൾക്കാരും ഒക്കെ അങ്ങനെയാണ് ചെയ്യാറ്. അപ്പൊ നമ്മൾ ഇവര് പറഞ്ഞ ആദ്യത്തെ ആ സെന്റൻസിനെ അങ്ങ് പാടെ മറന്നിട്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എന്താണ്, അതിന്റെ എഫക്ട്സ് എന്താണ്, ഇതെങ്ങനെയാണ് ആ ബാലൻസ് കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞങ്ങ് എഴുതും. 3 പാർട്ട് നമ്മൾ എഴുതി, 15 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. 3 പാർട്ട് ചോദിച്ചിട്ടുണ്ട്, 3 പാർട്ടിനെ പറ്റി എഴുതി, ഇൻട്രൊഡക്ഷനും കൺക്ലൂഷനും എഴുതി. ഇതൊരു ഫുൾ ആൻസർ ആയിട്ടില്ല, കാരണം നമ്മൾ അതിന്റെ റിട്ടോറിക്കൽ പാർട്ടിനെ അഡ്രസ് ചെയ്തിട്ടില്ല. ഈ റിട്ടോറിക്കൽ പാർട്ടിനെ അഡ്രസ് ചെയ്യാൻ 1 or 2 സെന്റൻസസ് മാക്സിമം. യൂഷ്വലി റിട്ടോറിക്കൽ പാർട്ടിനെ അഡ്രസ് ചെയ്യാൻ ഞാൻ യൂസ് ചെയ്തിരുന്നത് ഡയഗ്രാം ആണ്. നമ്മുടെ മറ്റേ സൂര്യനൊക്കെ വരച്ചിട്ടുള്ള ഡയഗ്രാം ഇല്ലേ, ഹബ് ആൻഡ് സ്പോക്ക്. സോ അതൊക്കെ യൂസ് ചെയ്തിട്ട് റിട്ടോറിക്കൽ പാർട്ട് അഡ്രസ് ചെയ്താൽ എക്സാമിനർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും റിട്ടോറിക്കൽ പാർട്ട് നമ്മൾ അഡ്രസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി ആക്ട്സ് ആസ് ദ ഫൾക്രം വിച്ച് ഈസ് എൻ എസെൻഷ്യൽ ചെക്ക് അപ്പോൺ ദ ഹൈ ഫങ്ഷണറീസ് ആൻഡ് സിറ്റിസൺസ് അലൈക്ക്. അതായത് ഹൈ ഫങ്ഷണറീസിനെയും സിറ്റിസൺസിനെയും ഒരുപോലെ കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഒരു ഫൾക്രം ആണ് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എന്നാണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി ആസ് എ ഫൾക്രം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു ഹബ് ആൻഡ് സ്പോക്ക് ഒക്കെ വരച്ചിട്ട് എഴുതും. ആർട്ടിക്കിൾ 14 എല്ലാവർക്കും ഒരേപോലെ ഇക്വാലിറ്റി കൊടുക്കുന്നു. പിന്നെ ലൈക്ക് ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ലൈഫ് ആൻഡ് ലൈവ്ലിഹുഡ് എല്ലാവർക്കുമാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ റൈറ്റ് അഗെയിൻസ്റ്റ് ആർട്ടിക്കിൾ 17 അല്ലേ, റൈറ്റ് അഗെയിൻസ്റ്റ് മറ്റേ ഇത് അൺടച്ചബിലിറ്റി അതൊക്കെ വരുന്നു. അപ്പൊ എല്ലാവരും ഒരുപോലെ കൊണ്ടുപോകാൻ വേണ്ടി കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി ചെയ്തിരിക്കുന്നത് ഈ കാര്യങ്ങളൊക്കെയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു ഹബ് ആൻഡ് സ്പോക്ക് കൊടുക്കുമ്പോൾ
ആ ഒരു റിട്ടോറിക് പാർട്ട് അഡ്രസ് ചെയ്തു. ഇൻട്രൊഡക്ഷന്റെ തൊട്ട് താഴെ ഈ സാധനം കാണും. ഇതിന് ശേഷം പിന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എന്താണ്, ബാക്കി അതെങ്ങനെയാണ് ആ ഒരു ബാലൻസിങ് പവറായി പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും എൻ്റെ ആൻസർ. സോ അങ്ങനെ പോകുമ്പോൾ റിട്ടോറിക്കൽ പാർട്ട് അഡ്രസ് ചെയ്തു. ഇപ്പോഴാണ് UPSC ചോദിച്ച മുഴുവൻ ക്വസ്റ്റിനും ഒരു ആൻസർ ആയിട്ട് അവിടെ ആൻസർ ആയത്. സോ ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്, റിട്ടോറിക്കൽ പാർട്ട് അഡ്രസ് ചെയ്യണം. എഴുതിയിട്ടും അഡ്രസ് ചെയ്യാം റിട്ടോറിക്കൽ പാർട്ട്, പ്രശ്നമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ അതിനെയാണ് അഡ്രസ് ചെയ്തിരിക്കുന്നതെന്ന് എക്സാമിനർ കാണണം. മിക്കപ്പോഴും നമ്മൾ എഴുതി അഡ്രസ് ചെയ്യുമ്പം ഈ ഇൻട്രൊഡക്ഷന്റെ തൊട്ട് താഴെ ആയതുകൊണ്ട് തന്നെ ചിലർ ഇൻട്രൊഡക്ഷനിൽ തന്നെ അഡ്രസ് ചെയ്യാറുണ്ട്, കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ എഴുതുന്ന ആ ഒരു മെയിൻ കീവേഡ് വല്ലതും കാണുമല്ലോ, ഈ ചോദിച്ചതിൽ എന്തെങ്കിലും ഒരു കീവേഡ് കാണും, അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് കൊടുക്കുക. സോ ദാറ്റ് ദേ വിൽ നോ നിങ്ങൾ ഈ പാർട്ടും കൂടിയാണ് അവിടെ അഡ്രസ് ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി. പിന്നെ കീവേഡ്സ് എപ്പോഴും നിങ്ങൾ ആൻസറിൽ അണ്ടർലൈൻ ചെയ്യാൻ നോക്കുക കേട്ടോ. കാരണം ഈ കീവേഡ്സ് ആണ് നമ്മുടെ ഓരോ പോയിന്റ്സിനുള്ള മാർക്ക് നമുക്ക് ഫെച്ച് ചെയ്ത് തരിക. ചിലപ്പോൾ നമ്മൾ എഴുതിയിരിക്കുന്നത് അവർക്ക് മനസ്സിലാവാത്ത രീതിയിലോ അല്ലെങ്കിൽ നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് ഭയങ്കര മോശമാണ്, അവർക്ക് കണ്ടുപിടിക്കാനും പറ്റുന്നില്ലാത്തുള്ള രീതിയിലൊക്കെ ആണെങ്കിൽ ഈ അണ്ടർലൈൻ ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് അതെങ്കിലും കുറച്ച് എഫേർട്ട് ഇട്ട് വായിക്കാൻ നോക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കീവേഡ് എഴുതിയത് കാരണം ആ ഒരു പോയിന്റിനുള്ള മാർക്കും ചിലപ്പോൾ കിട്ടും. കേട്ടില്ല? എന്തിനാ അണ്ടർലൈൻ ചെയ്യാനോ? അണ്ടർലൈൻ ചെയ്യാൻ നെഗറ്റീവ് മാർക്കൊന്നുമില്ല. യൂഷ്വലി നമ്മൾ ഈ ഓപ്ഷണൽസിലാണ് അണ്ടർലൈൻ ചെയ്യരുതെന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളത്. GS എല്ലാത്തിലും എല്ലാവരും അണ്ടർലൈൻ ചെയ്യാറുണ്ട്. ടോപ്പേഴ്സിന്റെ കോപ്പീസ് എടുത്ത് നോക്കിയാൽ മതി, അപ്പൊ മനസ്സിലാവും. ഓൺലൈനിൽ ആർക്കൊന്നും ചോദിക്കാനില്ല? ഓക്കെ. കേട്ടില്ല? ആൻസർ സ്കോർ ചെയ്യാൻ പറ്റുന്ന വേസ് ആണ് ഞാനിപ്പോൾ പറഞ്ഞതെല്ലാം. അണ്ടർലൈൻ ചെയ്യണം. GS ആൻസേഴ്സിൽ എല്ലാത്തിലും അണ്ടർലൈൻ ചെയ്യണം. കീവേഡ്സ് മാത്രം ഒരുപാട് അണ്ടർലൈൻ ചെയ്യരുത്. കീവേഡ്സ് മാത്രം അണ്ടർലൈൻ ചെയ്താലേ അവർക്ക് മനസ്സിലാവുള്ളൂ ഇതൊക്കെ നിങ്ങൾ എഴുതിയിട്ടുണ്ട് എന്നുള്ളത്. സോ അങ്ങനെ. പിന്നെ ബാക്കി പറഞ്ഞ പോലെ ഡയഗ്രാംസ്, മാപ്സ് അതൊക്കെ കൊണ്ടുവരാൻ നോക്കുക. ഇൻട്രൊഡക്ഷൻ, കൺക്ലൂഷൻ ഉറപ്പായിട്ടും എഴുതുക. ഈ സബ് ഹെഡിങ്സ് പറ്റുകയാണെങ്കിൽ ക്വസ്റ്റിനെ ബേസ് ചെയ്ത് തന്നെ എഴുതാൻ നോക്കുക. ചാലഞ്ചസ്, ലിമിറ്റേഷൻസ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണെങ്കിൽ വേ ഫോർവേഡ് കൊണ്ടുവരിക. അതൊക്കെയാണ്. സബ് ഹെഡിങ് എത്ര പോയിന്റ്സ് എഴുതണം ഒരു സബ് ഹെഡിങ്? പറയാം. സോ ഇവിടെ ഒരാൾ ചോദിച്ചത് നമ്മളൊരു സബ് ഹെഡിങ് ഒക്കെ കൊടുക്കുമല്ലോ, അപ്പൊ അതിൽ എത്ര പോയിന്റ്സ് എഴുതണം എന്നാണ്. യൂഷ്വലി ഞാൻ പറഞ്ഞല്ലോ 10 മാർക്കിന് 2 പാർട്ട് ക്വസ്റ്റൻ ആണ് ഉണ്ടാവുക. അപ്പൊ 2ആയി നമ്മൾ സബ് ഹെഡിങ് കൊടുത്തു കഴിഞ്ഞാൽ ഈച്ച് പാർട്ടിൽ 5 പോയിന്റ്സ് വീതം എഴുതുന്ന രീതിയിലാണ് എഴുതേണ്ടത്. കാരണം ടോട്ടൽ ആ ക്വസ്റ്റനിൽ അപ്പോൾ 10 പോയിന്റ് ഉണ്ടായി. 10 മാർക്കിന് 10 പോയിന്റ് എഴുതി, പ്ലസ് ഇൻട്രൊഡക്ഷൻ ആൻഡ് കൺക്ലൂഷൻ. ഇത് കൂടാണ്ടാണ് നമ്മൾ വരയ്ക്കുന്ന ഡയഗ്രമും ആ സാധനങ്ങളൊക്കെ. ഇനി അതും കൂടി ചേർത്താണ് 10 പോയിന്റെങ്കിലും കുഴപ്പമില്ല, നമുക്ക് എഴുതാൻ പറ്റിയില്ല, അത്രേ അറിയുള്ളൂ, അതുകൊണ്ട് നമ്മൾ ഡയഗ്രാം വരച്ചാലും കുഴപ്പമൊന്നുമില്ല. 15 മാർക്കാണെങ്കിൽ അഗെയിൻ യൂഷ്വലി 3 പാർട്ടാണ് ഉണ്ടാവുക. 2 പാർട്ടാണെങ്കിൽ 7, 8 അങ്ങനെ തിരിക്കുക.
3 പാർട്ട് ഉണ്ടെങ്കിൽ 5 5 5 അങ്ങനെ തിരിക്കുക. 15 പാർട്ട് പോയിന്റ് എഴുതുക. ഓക്കെ, ഇനി ആർക്കും ഒന്നും ചോദിക്കാനില്ലെങ്കിൽ ഐ കൻ വൈൻഡ് അപ്പ്. വേ ഫോർവേഡ് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഈ 10 പോയിന്റ് 15 പോയിന്റ് എന്ന് പറയുന്നത് ഇത്രയെങ്കിലും വേണമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാ. വേ ഫോർവേഡിൽ നല്ല പോയിന്റ് നിങ്ങൾ 2 ഒക്കെ എഴുതുന്നുണ്ടെങ്കിൽ ഇപ്പുറത്ത് കുറച്ച് എഴുതുന്നുണ്ട്, പ്രശ്നമൊന്നുമില്ല. എല്ലാം ആ ഒരു സ്പേസിന്റെ ഉള്ളിൽ നിർത്താൻ ശ്രമിക്കുക, അതാണ് മെയിൻ. ഓക്കെ, ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക് യു ഓൺലൈനിലുള്ള എല്ലാവർക്കും.